ഹായ് ഓൾ, വെൽക്കം ടു ലേൺ ന്യൂ ആപ്പ്. അപ്പോൾ എല്ലാവരും എക്സാമിൻ്റെ പ്രിപ്പറേഷനിലാണെന്ന് വിചാരിക്കുന്നു. അതായത് കേരള PSC നമുക്ക് ഒരുപാട് അവസരങ്ങൾ ഇലക്ട്രിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതായത് KCB വർക്കർ അല്ലെങ്കിൽ മസ്ദൂർ എക്സാംസിൻ്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. സെപ്റ്റംബർ 30-നാണല്ലേ എക്സാം. അപ്പോൾ എല്ലാവരും എക്സാമിൻ്റെ പ്രിപ്പറേഷൻ തിരക്കിലായിരിക്കും. ഇനി ഓൾമോസ്റ്റ് 1 മന്ത് മാത്രമേ എക്സാമിനുള്ളൂ. അപ്പോൾ നമുക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആക്ച്വലി നമുക്ക് ചെയ്യേണ്ടത് അല്ലേ. അതായത് ഒരുപാട് കോമ്പറ്റീഷൻ കൂടി വരികയാണ് ആക്ച്വലി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, റാങ്ക് ലിസ്റ്റിൽ വെറുതെ കയറിയാൽ പോരാ, നമുക്ക് ഏറ്റവും ടോപ്പ് പൊസിഷനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് റാങ്ക് കിട്ടണം. നമുക്ക് ആ റാങ്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അപ്പോയിൻമെൻ്റ് ആവും വേണം. അപ്പോൾ ഫൈനൽ പ്രിപ്പറേഷൻ, അപ്പം ഓൾറെഡി നിങ്ങൾ സിലബസ് ഒക്കെ നോക്കിയിട്ടുണ്ടാവും, സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ. കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? അപ്പോൾ 10 മൊഡ്യൂളാണ് നമുക്ക് സിലബസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ 10 മൊഡ്യൂളിൽ ഓരോ മൊഡ്യൂളിലും 10 മാർക്ക് വെച്ചിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സിലബസ് കവർ ചെയ്തു, ഓക്കെ, നമ്മൾ കോൺഫിഡൻ്റ് ആണ് നമ്മൾ സിലബസ് കവർ ചെയ്തു എന്നുള്ളത്. പക്ഷെ സിലബസ് കവർ ചെയ്തു എന്നുള്ളതിനെ കൊണ്ട് ഒരിക്കലും നമുക്ക് എന്ത് പറ്റില്ല, നമുക്കൊരിക്കലും എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. എക്സാം ക്വാളിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലേ. പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിരിക്കട്ടെ, അല്ലെങ്കിൽ അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് അതിൽ നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ളതായിരിക്കണം നമ്മളെ ലക്ഷ്യം പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KCB മസ്ദൂർ എക്സാമിൻ്റെ മൊഡ്യൂൾ വൈസ് ഒരു ക്വസ്റ്റ്യൻ സീരീസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓരോ മൊഡ്യൂളിലും ചോദിക്കുന്ന പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതേപോലെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിക്കണം. അതായത് സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ സിലബസ് എടുത്ത് വീണ്ടും ഫ്രഷ് ചെയ്യുന്നതിലുപരി അത് നമുക്കൊരു റിവിഷൻ പോലെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇവിടെ ഇപ്പം ഏകദേശം 1 മന്താണ് നമുക്ക് ഇനി എക്സാമിനുള്ളത്. സെപ്റ്റംബർ 30-നാണ് എക്സാം അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഇന്നത്തെ ഡേറ്റ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1 മന്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇത് തന്നെ സിലബസ് നോക്കിയാൽ നിങ്ങൾക്കറിയാം, സിലബസ് ഒരുപാട് വൈഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. സിലബസിൻ്റെ കാര്യത്തിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, കാരണം നമുക്കറിയാം ഇതൊരു മസ്ദൂർ അല്ലെങ്കിൽ വർക്കർ എക്സാം ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സിലബസ് ഒരുപാട് ടൈറ്റ് സിലബസ് ഒന്നും അല്ല, സിമ്പിൾ സിലബസ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെക്ഷനിലേക്ക് പോവാം. ഇന്നത്തെ സെക്ഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മൊഡ്യൂൾ വൈസ്, അതായത് ഫസ്റ്റ് മൊഡ്യൂള് എന്താണ്, മൊഡ്യൂളിലെ ടോപ്പിക്സ് എന്താണ്, അതേപോലെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ PSCക്ക് നിർബന്ധമായിട്ട് പോകുന്നതിന് മുന്നേ നോക്കിയിട്ടിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ പറ്റും നിങ്ങൾക്ക്. ഡൗട്ട്സ് നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ടാണ് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സാമിന് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നല്ലൊരു റാങ്കിലെത്തി പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ജോലി കിട്ടാൻ ബെസ്റ്റ് വിഷസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മൊഡ്യൂൾ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 4-5 ടോപ്പിക്കാണുള്ളത്. ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി, ഫ്ലക്സ് ആൻഡ് സോൾഡറിങ് ടെക്നിക്, പ്രോപ്പർട്ടീസ് ഓഫ് റെസിസ്റ്റൻസ്, കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ, അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് വയേഴ്സ് ആൻഡ് കേബിൾസ് അല്ലേ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. ഇതിൽ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റിയിൽ വേണ്ട കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ വാട്ട് ഈസ് മീൻ ബൈ കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റേഴ്സ് വിത്ത് എക്സാമ്പിളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, A current of 5 ampere flows for 2 minutes. The charge transferred is. അതായത് നമുക്കറിയാം കണ്ടക്ടറിലൂടെയാണ് അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്ന അല്ലെങ്കിൽ കറണ്ടിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 5 ആംപിയർ ആണ്. ആ ഫ്ലോ ചെയ്യുന്നത് 2 മിനിറ്റിലാണ് അല്ലെ, 2 മിനിറ്റ്സിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ദ ചാർജ് ട്രാൻസ്ഫേർഡ് ഈസ്. അപ്പോൾ ഓപ്ഷൻ A 10 കൂളോം, സി എന്ന് പറയുന്നത് കൂളോം ആണ് അല്ലെ. ചാർജിന്റെ യൂണിറ്റ് എന്താണ്? ചാർജിന്റെ യൂണിറ്റ് കൂളോംബ് ആണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. ചാർജ്, വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് ചാർജ്?
ദാറ്റ് ഈസ് കൂളോം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ 10 കൂളോം, ഓപ്ഷൻ ബി 16 കൂളോം, ഓപ്ഷൻ സി 300 കൂളോം, ഓപ്ഷൻ ഡി 600 കൂളോം. ഇങ്ങനെയാണല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നമുക്ക് ബേസിക്കായിട്ട് അറിയേണ്ട ഒരു റിലേഷൻ ഉണ്ട് അല്ലേ. വാട്ട് ഈസ് മീൻ ബൈ കറണ്ട്? കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. അതിലുപരി നമുക്ക് ഒരു പ്രോബ്ലമാറ്റിക്കലി നമുക്ക് ഒരിക്കലും എന്ത് കൊടുക്കാൻ പറ്റില്ല, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊടുക്കാൻ പറ്റില്ല അല്ലേ. അല്ലെങ്കിൽ ചാർജുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഹിയർ വി ഹാവ് കറണ്ട് ഈസ് കറണ്ട് ഐ അല്ലേ. നമ്മൾ ഐ എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ടല്ലേ നമ്മൾ കറണ്ടിനെ ഡിനോട്ട് ചെയ്യാം. കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ചാർജ് ഡിവൈഡ് ബൈ ടൈം. ദാറ്റ് ഈസ് ഐ ഈസ് ഈക്വൽ ടു ചാർജ് ഡിവൈഡ് ബൈ ടൈം. കറണ്ട് എന്ന് പറയുന്നത് ചാർജിനാ അല്ലെങ്കിൽ ചാർജ് ഡിവൈഡ് ബൈ ടൈം ആണ്. അപ്പം നമുക്ക് വേണ്ടത് നമുക്കിവിടെ ആവശ്യമുള്ളത് എന്താ? ചാർജ് ആണ് അല്ലേ. അപ്പോൾ ചാർജിന്റെ ഇക്വേഷൻ, അപ്പോൾ ഇത് ഇവിടെ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്ത് വരാം അല്ലേ. അപ്പോൾ Q ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് I ഇൻറ്റു ടി അല്ലേ. അപ്പോൾ ചാർജ് ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു ടൈം ആണ് നമുക്ക് ഇക്വേഷനായിട്ട്, ചാർജിന്റെ ഇക്വേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ കറണ്ട് എന്ന് പറയുന്നത് 5 ആംപിയർ തന്നിട്ടുണ്ട് അല്ലേ. അതായത് കറണ്ടിന്റെ യൂണിറ്റ് അപ്പോൾ കിട്ടി നമുക്ക്. കറണ്ട് യൂണിറ്റ് എത്രയാ? ആംപിയർ. കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആയിരിക്കും. ഫ്ലോസ് ഫോർ 2 മിനിറ്റ്സ് അല്ലേ. അതിനു മുന്നേ നമുക്കൊരു കാര്യം അറിയാം. ഇവിടെ വേറൊരു കൺസെപ്റ്റ് കൂടെ നമുക്ക് പറയാം. നമ്മൾ പറഞ്ഞു കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണല്ലേ. അപ്പോൾ നമുക്കിവിടെ ആംപിയർ എന്ന് ഉദ്ദേശിക്കുന്നത് ആംപിയർ is equal to ചാർജിന്റെ യൂണിറ്റ് കൂളോംബ്. ചാർജിന്റെ യൂണിറ്റ് കൂളോംബ് ആണ്. അതേപോലെ ടൈമിൻ്റെത് സെക്കൻഡ്സ് ആണ്, കൂളോം പെർ സെക്കൻഡ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ വേണമെങ്കിൽ ആംപിയർ എന്ന് പറയുന്നത് കൂളോം പെർ സെക്കൻഡിനാണ് നമ്മൾ പറയുന്നത്. ഇവിടെ 1 ആംപിയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പം 1 കൂളോം ഡിവൈഡ് ബൈ 1 സെക്കൻഡ് അല്ലേ. ഒരു കൂളോം ചാർജ് ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? 1 ആംപിയർ കറണ്ട് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. ഇപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് നോക്കാം. അപ്പം ചാർജ് ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു ടൈം അല്ലേ. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ചാർജ് ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു ടൈം ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ടൈം തന്നിരിക്കുന്നത് മിനിറ്റ്സിലാണ് തന്നിരിക്കുന്നത്. ഓൾറെഡി ഞാൻ ഇക്വേഷൻസിൽ പറഞ്ഞു. മിനിറ്റ്സിലാണോ വേണ്ടത്? അല്ല അല്ലേ, സെക്കൻഡ്സിലാണ് വേണ്ടത് അല്ലേ. അപ്പോൾ 2 മിനിറ്റ്സ്, 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാ? 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ്സ് ആണ് അല്ലേ. 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? 60 സെക്കൻഡ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം എന്ന് പറയുന്നത് നമുക്കിവിടെ 2 മിനിറ്റ്സിന് നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. 1 മിനിറ്റ്സ് ഈക്വൽ ടു 60 സെക്കൻഡ്സ് ആണെങ്കിൽ 2 മിനിറ്റ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 120 സെക്കൻഡ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ 5 ഇൻറ്റു 120 വിൽ ബി ദി ആൻസർ. അപ്പോൾ 5 ഇൻറ്റു 120 വിൽ ബി 600. യൂണിറ്റ് വിൽ ബി കൂളോം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷനിൽ 10 കൂളോം കൊടുത്തിട്ടുണ്ട് അല്ലേ. നമ്മൾ ഈ മിനിറ്റ്സ് എന്നുള്ള ആ ഒരു വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? മിനിറ്റ്സിലേക്ക് തന്നെ അവിടെ വെച്ചിട്ട് തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നതാണെങ്കിൽ 5 ഇൻറ്റു 2 എന്ന് വരും അല്ലേ. 5 ഇൻറ്റു 2 വിൽ ബി 10 എന്ന് ആൻസർ വരും. പക്ഷേ ആ ആൻസർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ വിൽ ബി റോങ്. നമുക്കൊരു നെഗറ്റീവ് മാർക്ക് വരും അല്ലേ. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം, ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 1 ആംപിയർ കറണ്ട് എന്ന് പറയുന്നത് 1 കൂളോം ഡിവൈഡ് ബൈ 1 സെക്കൻഡ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് ഓർക്കുക കറണ്ട് ഈസ് ഈക്വൽ ടു ചാർജ് ഡിവൈഡ് ബൈ ടൈം ആണ്. അത് പ്രോബ്ലംസിൽ ചോദിച്ചു കഴിഞ്ഞാൽ ടൈം മിനിറ്റ്സിലാണെങ്കിൽ സെക്കൻഡിലേക്ക് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ എ 10 കൂളോം ഉണ്ട്, ഓപ്ഷൻ ബി 60 കൂളോം ഉണ്ട്, ഓപ്ഷൻ സി 300 കൂളോം ഉണ്ട്, ഓപ്ഷൻ ഡി 600 കൂളോം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയ ആൻസർ? ഓപ്ഷൻ ഡി വിൽ ബി ദി ആൻസർ. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ? സിമ്പിളാണ്. നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കറണ്ട് എന്താണ്, ചാർജ് എന്താണ്, ചാർജിന്റെ യൂണിറ്റ് എന്താണ്, അതുപോലെ തന്നെ ഇത് വന്നുള്ള പ്രോബ്ലംസ് നമ്മൾ എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വലിയ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ഇപ്പോൾ PSC എക്സാമിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ, അതുപോലെ ട്രിക്കി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതൊക്കെ ഇൻക്ലൂഡ് ആണ് ഈ 100 മാർക്കിന്റെ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഇലക്ട്രിക് ചാർജ് ഈസ് കറക്റ്റ്? ഇലക്ട്രിക് ചാർജിനെ സംബന്ധിച്ചിടത്തോളം ഇതിലെ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ചാർജ് ഈസ് ഈക്വൽ ടു. നിങ്ങൾ നോക്കണം, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കണം. ക്വസ്റ്റ്യൻസ് ഇങ്ങനെയും വരാം, റിഗാർഡിംഗ് ഇലക്ട്രിക് ചാർജ് അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്. ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ ഇൻകറക്റ്റ് എന്നും ചോദിക്കാം, കറക്റ്റ് എന്നും ചോദിക്കാം. അത് നമുക്ക് മാറിപ്പോകാൻ പാടില്ല. മോസ്റ്റ്ലി എല്ലാവർക്കും അത് മാറിപ്പോകുന്ന ഒരു സംഭവമാണ്. അതായത് ഇൻകറക്റ്റ് എന്ന് കാണും, പക്ഷെ നമ്മളത് പെട്ടെന്ന് കറക്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓപ്ഷൻസ് അതുപോലെ കൊടുക്കും, നെഗറ്റീവ് മാർക്കാവും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് വായിക്കുക. കറക്റ്റ് ആണോ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നത്, അല്ല ഇൻകറക്റ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റ്, ചാർജ് ഈസ് ഈക്വൽ ടു കറന്റ് മൾട്ടിപ്ലൈഡ് ബൈ ടൈം. ഇത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യമല്ലേ. കറണ്ടിന് ഇക്വേഷൻ എന്താ? നമ്മൾ I ഈസ് ഈക്വൽ ടു Q/T. അതുപോലെ ചാർജ് ഈസ് ഈക്വൽ ടു കറന്റ് ഇൻറ്റു ടൈം എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അത് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി കൊടുത്തിട്ടുള്ളത്. ചാർജ് ഈസ് ഈക്വൽ ടു കറന്റ് മൾട്ടിപ്ലൈഡ് ബൈ ടൈം. അപ്പൊ നമുക്ക് പറയാം ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ്, ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ്. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്താണെന്നുള്ളത്, ഒരു ഇലക്ട്രോണിന്റെ ചാർജ് നിങ്ങൾ സിലബസ് കവർ ചെയ്ത ആൾക്കാർക്ക് അറിയായിരിക്കും, പഠിച്ചവർക്ക് അറിയായിരിക്കും. ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് എത്രയാ? 1.6 into 10⁻⁻19 കൂളോംബ് അല്ലേ. ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് 1.6 into 10⁻⁻19 കൂളോംബ് ആയിരിക്കും ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കറക്റ്റ് ആണല്ലോ, അതും കറക്റ്റ് ആണ്. നെക്സ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ചാർജ് ഈസ് ഈക്വൽ ടു കറന്റ് ഡിവൈഡഡ് ബൈ ടൈം. ചാർജ് എന്ന് പറയുന്നത് കറന്റിനെ ഡിവൈഡ് ബൈ ടൈം ചെയ്തതാണോ? ആണോ? അല്ല അല്ലേ. നമ്മൾ പറഞ്ഞു ചാർജ് എന്ന് പറയുന്നത് കറന്റ് ഇൻറ്റു ടൈം ആണ് വരുന്നത് ആൻസർ. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ആക്ച്വലി റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നമുക്ക് തന്നതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ് അല്ലേ. അപ്പം നമുക്ക് ഓപ്ഷൻ നോക്കിയേ. ഓപ്ഷൻ A ഓൺലി 1 and 2, ഓപ്ഷൻ B ഓൺലി 2, ഓപ്ഷൻ C ഓൺലി 1, ഓപ്ഷൻ D വിൽ ബി ഓൺലി 2 and 3. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പം നിങ്ങൾ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം. നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് വരാനുള്ള ചാൻസ് കൂടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ജസ്റ്റ് ഒരു ഇത് മാറിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ അനലൈസിസ് ചെയ്ത സ്റ്റേറ്റ്മെന്റിൽ ഓരോരോ പോയിന്റും കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നോക്കിയിട്ട് എലിമിനേറ്റ് ചെയ്യണം അല്ലേ. PSC എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സ്കിൽ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാനുള്ള സ്കില്ലാണ് അല്ലേ. നമുക്ക് കൺഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പം എന്ത് ചെയ്യണം, നമ്മൾ ഓപ്ഷൻസ് വരാത്ത, ചാൻസ് ഇല്ലാത്ത, പ്രോബബിലിറ്റി ഒട്ടും ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഫൈനൽ സൊല്യൂഷൻ അല്ലെ ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുക അല്ലേ. അതല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ് വരുന്നത്. തേർഡ് സ്റ്റേറ്റ്മെന്റ് വിൽ ബി റോങ് ആണ്. അപ്പോൾ ഇവിടെ വേറൊരു ക്വസ്റ്റിനും കൂടി ആൻസർ നമുക്ക് കിട്ടി. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്തായിരുന്നു? 1.6 into 10⁻⁻19 കൂളോംബ് ആണ് അല്ലേ. അപ്പം ഇതിന് വേണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചോദിക്കാം, ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണെന്ന് പറഞ്ഞിട്ട് 1.6 into 10⁻⁻19 കൂളോം, 1.6 into 10⁻19 കൂളോം, അല്ലെങ്കിൽ 1.6 into 10⁻18 കൂളോം എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് നമുക്ക് ട്രിക്കി ആയിട്ട് ചോദിക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഓർമ്മിക്കുക, ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് 1.6 into 10⁻⁻19 കൂളോംബ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വിൽ ബി ഓപ്ഷൻ A, ദാറ്റ് ഈസ് ഓൺലി 1 and 2 ആണ് നമ്മളെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഞാൻ പറഞ്ഞു അല്ലെ, 1 coulomb of electric charge is approximately equal to the charge of how many electrons ആണ് ചോദിക്കുന്നത്. വീണ്ടും ഒരു കൺഫ്യൂഷൻ വരാം. ഇപ്പൊ നമ്മൾ ഓൾറെഡി എന്ത് പറഞ്ഞു? ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് 1.6 into 10⁻⁻19 കൂളോം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കൂളോം ഇലക്ട്രിക്കൽ ചാർജിൽ എത്ര നമ്പർ ഓഫ് അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നമ്മൾ ഇത് കൺഫ്യൂസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് 1.6 into 10⁻⁻19 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അല്ലേ. നമ്മളത് പെട്ടെന്ന് കണ്ടിട്ട് ഇലക്ട്രോണിൻ്റെ ചാർജ് ആണെന്ന് കണ്ടിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ എന്ത് കിട്ടും? നെഗറ്റീവ് മാർക്ക് കിട്ടും അല്ലേ, നമ്മൾ മാർക്ക് കുറയും. അപ്പോൾ ഇവിടെ നോക്കാം, ഓപ്ഷൻ വരുന്നത് 6.24 into 10⁻16,
ഓപ്ഷൻ ബി 6.24 into 10⁻18. അതുപോലെ ഓപ്ഷൻ സി വിൽ ബി 1.6 into 10⁻−19 ആൻഡ് ഓപ്ഷൻ ഡി വിൽ ബി 9.1 into 10⁻31. അപ്പോൾ ഇവിടെ 1 കൂളോം ചാർജിൽ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 6.24 into 10⁻18 ഇലക്ട്രോൺസ്. ഒരു കൂളോം ചാർജിലെ 6.24 into 10⁻18 ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇറ്റ് വിൽ ബി ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ ബി. മനസ്സിലാവുന്നുണ്ടല്ലോ? ഡൗട്ട്സ് കമന്റ് സെക്ഷനിൽ ചോദിക്കണം, മറന്നു പോകരുത്. നെക്സ്റ്റ്, 1 ആംപിയർ ഇസ് ഈക്വൽ ടു, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ. 1 ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആംപിയർ എന്ന് പറയുന്നത് കറണ്ടിന്റെ യൂണിറ്റ് ആണല്ലേ. അപ്പോൾ കറണ്ടിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ചാർജ് ഡിവൈഡ് ബൈ ടൈം ആണ്. അപ്പോൾ ചാർജ് ഡിവൈഡ് ബൈ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ചാർജ് ഇൻ കൂളോംബിലാണ് അല്ലേ. ചാർജിൻ്റെ ഇത് വരുന്നത് കൂളോംബിലാണ്, ടൈം വരുന്നത് സെക്കൻഡ്സിലാണ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എന്ത് കിട്ടും? 1 കൂളോം ചാർജ് ഡിവൈഡ് ബൈ 1 സെക്കൻഡ് വിൽ ബി 1 ആംപിയർ. ആംപിയറിനെ നമ്മൾ എ എന്നുള്ള ലെറ്റർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുക, ഫസ്റ്റ് ഓപ്ഷൻ ഈസ് 1 ജൂൾ പെർ സെക്കൻഡ്, സെക്കൻഡ് വൺ ഈസ് 1 കൂളോം പെർ സെക്കൻഡ്, ഓപ്ഷൻ സി വിൽ ബി 1 വോൾട്ട് പെർ സെക്കൻഡ്, ഓപ്ഷൻ ഡി 1 ഓം പെർ സെക്കൻഡ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഓംന്നോ അതിനെക്കുറിച്ചൊന്നും നമ്മൾ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആൻസർ വിൽ ബി 1 കൂളോം ഡിവൈഡ് ബൈ 1 സെക്കൻഡ് അല്ലേ. അല്ലെങ്കിൽ 1 കൂളോം പെർ സെക്കൻഡിനാണ് നമ്മൾ എന്ത് പറയുക? 1 ആംപിയർ കറണ്ട് എന്ന് പറയുക അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി വിൽ ബി ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the EMF of a cell represent the EMF അല്ലേ. അതായത് ഒരു ഇലക്ട്രിക് സർക്യൂട്ടിനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടേംസ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാ? EMF അല്ലെങ്കിൽ വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് അല്ലേ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടേംസ് എന്ന് പറയുന്നത് EMF ആണ്, കറണ്ട് ആണ്, അതേപോലെ തന്നെ റെസിസ്റ്റൻസ് ആണ് അല്ലേ. ഇതില്ലാതെ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നോക്കിയാൽ EMFന്റെ ഫുൾ ഫോം എന്താ? ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് അല്ലേ. EMF എന്ന് പറയുന്നത് ഒക്കെ വേണമെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇത് മസ്ദൂറിൻ്റെ എക്സാം ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. EMF വിൽ ബി ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് അല്ലേ. എന്തോ ഒരു ഫോഴ്സ് ആണ്, അതായത് മോട്ടീവ് ഫോഴ്സ് ആണ്. കറണ്ടിനെ ഫ്ലോ ചെയ്യിപ്പിക്കാൻ മോട്ടീവ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് അല്ലേ ആക്ച്വലി. അപ്പോൾ EMF ഓഫ് എ സെൽ റെപ്രസെൻറ്റ്, ഫസ്റ്റ് ഓപ്ഷൻ കറണ്ട് സപ്ലൈഡ് ബൈ ദ സെൽ, ഓപ്ഷൻ ബി എനർജി സപ്ലൈഡ് പെർ യൂണിറ്റ് ചാർജ്, ഓപ്ഷൻ സി റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ, ഓപ്ഷൻ ഡി പവർ കൺസ്യൂംഡ് ബൈ ദ സെൽ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിൽ നമുക്ക് ഏറ്റവും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാനാണ് നമുക്ക് കുറച്ചും കൂടെ ഈസി അല്ലേ. നമുക്ക് ആൻസർ കണ്ടുപിടിക്കുന്നതിലുപരി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് നമുക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. EMF അതായത് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്, കറണ്ടിന് സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യാൻ ആവശ്യമായ ഒരു ഫോഴ്സ് ആണല്ലേ. അപ്പോൾ ഫോഴ്സ് ആണെന്ന് പറയുന്നെങ്കിൽ ഒരിക്കലും എന്ത് വരില്ല? കറണ്ട് സപ്ലൈഡ് ബൈ ദ സെൽ ആയിരിക്കുമോ? വരൂല അല്ലേ. ഈ ഓപ്ഷൻ എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാൻ അതായത് കറക്റ്റ് അല്ല. ദെൻ ഓപ്ഷൻ സി നോക്കാം, റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ. കറണ്ട് ഫ്ലോ എന്ന് പറയുന്നതിന് ഒപ്പോസ് ചെയ്യുന്നതാണ് റെസിസ്റ്റൻസ് അല്ലേ. പക്ഷെ ആ കറണ്ട് ഫ്ലോ ചെയ്യാൻ കാരണമായ ഒരു ഫോഴ്സാണ് EMF എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ വരുമോ? വരൂല. ഓപ്ഷൻ ഡി പവർ കൺസ്യൂംഡ് ബൈ ദ സെൽ, അതായത് ഒരു സെല്ല് കൺസ്യൂം ചെയ്യുന്ന പവർ, അത് വരുമോ? വരൂല. അപ്പം നമുക്ക് ഇവിടുന്ന് EMF എന്ന് പറയുന്നത് ബാക്കിയൊന്നുമില്ല, ഓപ്ഷൻ ബി ഏ ഉള്ളൂ. EMF ഓർത്ത് വെക്കുക, EMF എന്ന് പറയുന്നത് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ആണ്. അതിൻ്റെ വേറൊരു പേര് വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞ് പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. പൊട്ടൻഷ്യൽ എന്ന് പറയാം. അപ്പം ഇവിടെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ EMF എന്ന് പറയുന്നത് എനർജി സപ്ലൈഡ് പെർ യൂണിറ്റ് ചാർജ്, എനർജി സപ്ലൈഡ് പെർ യൂണിറ്റ് ചാർജിനാണ് നമ്മൾ എന്ത് പറയുക? EMF എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. അപ്പോൾ EMFന്റെ യൂണിറ്റിനെ കുറിച്ചും കൂടെ ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ EMFന്റെ യൂണിറ്റ് എന്താ? വോൾട്ടേജിന്റെ യൂണിറ്റ് എന്താ? വോൾട്ട് അല്ലേ. വോൾട്ടേജിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ EMFന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വെറുതെ ഇത് ആ രീതിയിൽ നമുക്ക് ആലോചിക്കുന്നതാണെങ്കിൽ നമുക്ക് വോൾട്ടേജിനെ നമുക്ക് വേറൊരു രീതിയിലും കൂടെ പറയാം. വോൾട്ടേജ് ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ചാർജ്.
വർക്ക് ഡിവൈഡഡ് ബൈ ചാർജിനെ നമ്മൾ പറയും, അതായത് വർക്ക് ഈസ് W, ചാർജ് ഈസ് Q, ദാറ്റ് ഈസ് W/Q അല്ലേ. വോൾട്ടേജ് ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ചാർജ്. ഇല്ലെങ്കിൽ യൂണിറ്റിൻ്റെ ബേസിൽ എഴുതുന്നതാണെങ്കിൽ വോൾട്ടേജിന് നമുക്കറിയാമല്ലേ വോൾട്ട് ആണല്ലേ, വോൾട്ടേജിൻ്റെ യൂണിറ്റ് വോൾട്ട്സ്. അപ്പോൾ വോൾട്ട് വർക്കിൻ്റെ യൂണിറ്റ് നമുക്ക് SI യൂണിറ്റ് എന്താണ്, ജൂളാണ്. അപ്പോൾ ജൂൾ പെർ കൂളോംബ് അല്ലേ. വർക്ക് ബൈ ചാർജിനെയാണ് നമ്മൾ എന്ത് പറയുക, വോൾട്ടേജ് എന്ന് പറയുക. മാറിപ്പോകാൻ പാടില്ല. വർക്ക് ബൈ ടൈം എന്തായിരുന്നു അല്ലേ. അപ്പം വർക്ക് ബൈ ചാർജ് ആണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പം അതിനെ കൂടെ ഓർത്ത് വെക്കുക. വോൾട്ടേജിൻ്റെ യൂണിറ്റ് അല്ലെങ്കിൽ EMFൻ്റെ യൂണിറ്റ് അല്ലെങ്കിൽ പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ആക്ച്വലി വോൾട്ട് ആണ്. ഇപ്പോൾ വോൾട്ട് വിൽ ബി ജൂൾ പെർ കൂളോം. ഇപ്പോൾ ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത്, എനർജി സപ്ലൈഡ് പെർ യൂണിറ്റ് ചാർജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഇലക്ട്രിക്കൽ പവർ കൺസ്യൂംഡ് ബൈ എ സർക്യൂട്ട് ഈസ് അല്ലേ. അതായത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഓപ്ഷൻസ് നമ്മളെ കൺഫ്യൂഷൻ ആക്കാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ എയിൽ വരുന്ന പറയുന്നത് V/I, വോൾട്ടേജ് ഇൻറ്റു കറണ്ട്, വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട്, I ഡിവൈഡ് ബൈ R ഡിവൈഡ് ബൈ I എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. വോൾട്ടേജ് ഇൻറ്റു കറണ്ട്, വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട്, കറണ്ട് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ കറണ്ട് തന്നിട്ടുണ്ട്. അപ്പം ഇലക്ട്രിക്കൽ പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, വോൾട്ടേജിനെ കറണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് എന്തെന്ന് പറയുന്നത്, പവർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഓർക്കാം അത് എന്ത് പവറാ, AC പവർ ഓർ DC പവർ, DC പവർ ആണ് അല്ലേ. AC പവറിൻ്റെ കൂടെ നമുക്ക് എന്തും കൂടെ വരണം ശരിക്കും, പവർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു പവർ ഫാക്ടർ. പവർ ഫാക്ടർ ഏതിലുണ്ടാവില്ല, DC സർക്യൂട്ടിൽ ഉണ്ടാവില്ല, AC സർക്യൂട്ടിൽ മാത്രമേ പവർ ഫാക്ടർ ഉണ്ടാവില്ലൂ. അപ്പോൾ ഇവിടെ വരുന്നത് അതായത് DC പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പവർ കൺസ്യൂം ചെയ്ത പവർ എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. AC സർക്യൂട്ടിലാകുമ്പോൾ എന്ത് ഓർക്കുക, വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു പവർ ഫാക്ടർ എന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെ ഓപ്ഷൻ നമ്മൾ നോക്കി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കൺസ്യൂം ചെയ്യുന്ന പവർ ഇൻ ഇലക്ട്രിക് സർക്യൂട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ DC-നെ ബേസ് ചെയ്തിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ A വിൽ ബി വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ആവശ്യമുള്ള പോയിന്റ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് റിവിഷന് ഹെൽപ്പ് ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമ്മുടെ സിലബസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിരുന്നു സോൾഡറിങ് ടെക്നിക്സ് ആൻഡ് ഫ്ലക്സ്, ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും അത് നോക്കിയിട്ടുണ്ടാവും അല്ലേ. സോൾഡറിങ് ഒക്കെ ചെയ്തതായിരിക്കും കുറേ ആൾക്കാരൊക്കെ. അപ്പം കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ലെവലിൽ മൈൻഡിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും സോൾഡറിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അല്ലേ. സോൾഡറിങ് എന്താ, സോൾഡറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മെറ്റൽ പാർട്സിനെ നമുക്ക് ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണല്ലേ നമ്മൾ സോൾഡറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിങ് സോൾഡറിങ് ആർ കറക്റ്റ്. സോൾഡറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഫസ്റ്റ്, മെയിൻ constituent elements of solder alloy are tin and lead. Second one is silver based solders are used for high temperature soldering. Flux removes the oxide layer. Okay, അപ്പോൾ നിങ്ങൾ ഇതിൽ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടാവും സോൾഡർ എന്താണെന്നും ഫ്ലക്സ് എന്താണെന്നും സോൾഡറിങ് അയൺ സോൾഡർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണെന്നും ആ ഫില്ലർ മെറ്റലിന് നമ്മൾ സോൾഡർ എന്ന് പറയുന്നു, പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഈ സോൾഡറിങ് ചെയ്യുന്നത് നമുക്ക് സോഫ്റ്റ് സോൾഡറും ഉണ്ട് ഹാർഡ് സോൾഡറും ഉണ്ട് അല്ലേ. സോഫ്റ്റ് സോൾഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ഹെവി ആയിട്ടുണ്ടാവുന്ന മെറ്റൽ ജോയിൻസ് ഒന്നും ആയിരിക്കില്ല ചെയ്യേണ്ടി വരിക. സിമ്പിൾ ആയിട്ടുണ്ടാവുന്ന പാർട്സ് ഒക്കെ ജോയിൻ ചെയ്താണ് സോഫ്റ്റ് സോൾഡർ എന്ന് പറയുന്നത്. ഹാർഡ് സോൾഡർ എന്ന് പറയുന്നത് ഹെവി ആയിട്ടുണ്ടാവുന്ന മെറ്റൽ പാർട്സ് ഒക്കെ നമുക്ക് സോൾഡർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡായിരിക്കും ഹാർഡ് സോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ സോൾഡറിങ്ങിന് നമ്മൾ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സോൾഡർ എന്ന് പറയുന്നത് ടിന്നും ലെഡുമാണ് അല്ലേ. ടിന്നും ലെഡുമാണ് നമ്മൾ സോൾഡറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തത് സിൽവർ ബേസ്ഡ് സോൾഡേഴ്സ് ഹൈ ടെമ്പറേച്ചർ സോൾഡറിങ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സോഫ്റ്റ് സോൾഡേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറവുള്ള ഇതിൽ ഉപയോഗിക്കുന്നത് ടിന്നും ലെഡും ആണെങ്കിൽ ഹൈ ടെമ്പറേച്ചർ പർപ്പസിന് ഉപയോഗിക്കുന്നത് എന്തായിരുന്നു,
സിൽവർ ഓക്സൈഡ് ബേസ്ഡ് അല്ലെങ്കിൽ സിൽവർ ബേസ്ഡ് സോൾഡേഴ്സ് ആയിരുന്നു യൂസ് ചെയ്തിരിക്കുന്നത്. സോറി, സിൽവർ ഓക്സൈഡ് അല്ല, സിൽവർ ബേസ്ഡ് സോൾഡേഴ്സ് ആയിരുന്നു. ഇനി അതുപോലെ വാട്ട് ഈസ് മീൻ ബൈ ഫ്ലക്സ് അല്ലേ? ഫ്ലക്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് സോൾഡർ ചെയ്യേണ്ട മെറ്റൽ പാർട്സിലൊക്കെ ഓക്സൈഡ് ലെയർ ഒക്കെ വരും അല്ലേ? ഓക്സിഡൻ്റൽ ആക്ഷൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് അവിടെ ലെയർ ഫോർമേഷൻ ഒക്കെ ഉണ്ട്, അത് അൺവാണ്ടഡ് ആണല്ലേ? അപ്പോൾ അതിനെ റിമൂവ് ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, മെയിൻ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് ഓഫ് സോൾഡർ അലോയ് ആർ ടിൻ ആൻഡ് ലെഡ്. ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ടിന്നും ലെഡും ആണ്. അതേപോലെ സിൽവർ ബേസ്ഡ് സോൾഡേഴ്സിന് യൂസ് ചെയ്യുന്നത് ഹൈ ടെമ്പറേച്ചറിനെയാണ്. ഫ്ലക്സ് റിമൂവ്സ് ദി ഓക്സൈഡ് ലെയർ, അതെ, ലെയറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ്, ഓപ്ഷൻ എ ഓൺലി 1 and 2 കറക്റ്റ്, ഓപ്ഷൻ ബി ഓൺലി 2 and 3 കറക്റ്റ് ആണോന്ന്, ഓപ്ഷൻ സി പറയുന്നു ഓൺലി 1 കറക്റ്റ് ആണോന്ന്, ഓപ്ഷൻ ഡി പറയുന്നു 1ഉം 2ഉം 3ഉം കറക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ എന്ത് കണ്ടു? അതായത് ഈ 3 സ്റ്റേറ്റ്മെന്റും എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി വിൽ ബി ദി ആൻസർ 1, 2, 3. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ചോദിക്കാം ഫ്ലക്സിന്റെ യൂസ് എന്താണ്? റിമൂവ് ദ ഓക്സൈഡ് ലെയർ. ഹൈ ടെമ്പറേച്ചറിന് ഉപയോഗിക്കുന്ന സോൾഡർ ഏതാ? സിൽവർ ബേസ്ഡ് അല്ലേ? സാധാരണ ഉപയോഗിക്കുന്ന സോൾഡറിലെ കൺസ്റ്റിറ്റ്യൂവൻസ് എന്താ? ടിന്നും ലെഡും ആയിരിക്കും. ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് യൂസ്ഡ് ഇൻ സോൾഡറിങ് അയൺ? സോൾഡറിങ് അയൺ എന്താ? സോൾഡർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളിനാണ് നമ്മൾ എന്ത് പറയുക? സോൾഡറിങ് അയൺ എന്ന് പറയുക. അപ്പോൾ സോൾഡറിങ് അയണിൽ യൂസ് ചെയ്യുന്നത് എന്ത് എഫക്റ്റാണ്? കറണ്ടിൻ്റെ എന്ത് എഫക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ കെമിക്കൽ എഫക്റ്റ്, ഓപ്ഷൻ ബി എക്സ്റേ എഫക്റ്റ്, ഓപ്ഷൻ സി ലൈറ്റ് എഫക്റ്റ്, ഓപ്ഷൻ ഡി ഹീറ്റിംഗ് എഫക്റ്റ്. സിമ്പിളായിട്ട് നമുക്ക് പറയാം, കുറേ കാര്യങ്ങൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. എക്സ്റേ, ലൈറ്റ്, ഇതൊക്കെ ഉണ്ടാവുമോ? എക്സ്റേ, ലൈറ്റ് എഫക്റ്റ് ഒക്കെ ഇതിൽ ഉണ്ടാവുമോ? യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പോൾ ഇതിൽ ഏറ്റവും, അതായത് നമ്മൾ ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ശരിക്കും സോൾഡറിങ് പറഞ്ഞു അല്ലേ? സോൾഡറിങ് ഹൈ ടെമ്പറേച്ചർ സോൾഡറിങ് ഉണ്ട്, ലോ ടെമ്പറേച്ചർ സോൾഡറിങ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. ഇപ്പോൾ ഓർമ്മിക്കുക, സോൾഡറിങ്ങിൽ ഏത് കറണ്ടിൻ്റെ ഏത് എഫക്റ്റാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഏത് എഫക്റ്റ് ആയിരുന്നു? ഹീറ്റിംഗ് എഫക്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ദ മെയിൻ പർപ്പസ് ഓഫ് ഫ്ലക്സ് ഡ്യൂറിങ് സോൾഡറിങ്. സോൾഡറിങ്ങിൽ ഉപയോഗിക്കുന്ന ഫ്ലക്സിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ ഓൾറെഡി നമ്മൾ നോക്കിയ മുന്നത്തെ ക്വസ്റ്റ്യനിലെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലെ തേർഡ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അല്ലേ? ഫസ്റ്റ്, ഇൻക്രീസ് റെസിസ്റ്റൻസ്, റിമൂവ് ഓക്സൈഡ് ഫിലിം, ഇൻക്രീസ് വോൾട്ടേജ്, കൂൾ ദ ജോയിന്റ്. ഒരിക്കലും ഫ്ലക്സ് ഉപയോഗിച്ച് ജോയിന്റ്സ് തണുപ്പിക്കാൻ പറ്റുമോ? അതൊക്കെ നമുക്ക് അപ്പോൾ സ്പോട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഓപ്ഷൻ അല്ലാതെ നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കിത് അറിയില്ലെങ്കിൽ പോലും ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല? കൂൾ ദ ജോയിന്റ്. ഒരിക്കലും ടെമ്പറേച്ചറിനെ കുറക്കാനൊന്നും ഒരിക്കലും ഫ്ലക്സിന് പറ്റില്ല. അപ്പോൾ ഓപ്ഷൻ ബി റിമൂവ് ഓക്സൈഡ് ഫിലിം അല്ലേ? ഓക്സൈഡ് ലെയർ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ പറയുന്ന പേരാണെന്ത്? ഫ്ലക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the tool used for heating solder during electrical soldering. ഞാൻ ഓൾറെഡി ഇപ്പം അതും പറഞ്ഞു കഴിഞ്ഞു അല്ലേ? നമ്മൾ പറഞ്ഞു സോൾഡറിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളിന് പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ തന്നിട്ടുണ്ട് മെഗർ, ഓപ്ഷൻ ബി സോൾഡറിങ് അയൺ, ഓപ്ഷൻ സി അമീറ്റർ, ഓപ്ഷൻ ഡി ഈസ് ക്രിമ്പിംഗ് ടൂൾ അല്ലേ? വേണമെങ്കിൽ നമുക്ക് ഇത് ഓരോന്നിൻ്റെ ഓപ്ഷൻസും മീൻസ് യൂസസും കൂടെ പറയാം. മെഗർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? നെക്സ്റ്റ് മൊഡ്യൂളൊക്കെ വരുന്ന കാര്യങ്ങളാണ്. മെഗറിൻ്റെ പോയിന്റ്സും മെഗറിൻ്റെ വർക്കിംഗ് ഒക്കെ പഠിക്കാനുള്ളതാണ്. അപ്പം മെഗർ യൂസ് ചെയ്യുന്നത് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണല്ലേ മെഗർ എന്ന് പറയുന്നത്. ഇനി അമ്മീറ്റർ എന്തിനാ? അമ്മീറ്റർ ഉപയോഗിച്ചിട്ട് സോൾഡർ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? അമ്മീറ്റർ എന്ന് പറയുന്നത് കറണ്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. പിന്നെ ക്രിംപ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളിന് നമ്മൾ പറയുന്ന പേരാണിത് ക്രിമ്പിംഗ് ടൂൾ എന്ന് പറയും. അപ്പോൾ ഇവിടെ പേരിൽ തന്നെ ഉണ്ടല്ലേ സോൾഡർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ആയതുകൊണ്ട് സോൾഡറിങ് അയൺ വിൽ ബി ദി ആൻസർ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ സെക്ഷൻസൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ എല്ലാ പ്രാവശ്യവും ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ കോമ്പോസിഷൻ ഇൻ ഇലക്ട്രീഷ്യൻ സോൾഡർ. ഓൾമോസ്റ്റ് ITI ഡിപ്ലോമ ബേസ്ഡ് എക്സാംസിനൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടിന്നിൻ്റെയും ലെഡിൻ്റെയും കോമ്പോസിഷൻ. എത്ര പെർസെൻറ്റേജ് ടിന്ന് യൂസ് ചെയ്യും, എത്ര പെർസെൻറ്റേജ് ലെഡ് യൂസ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്.
ഇത് ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇവിടെ ദ കോമ്പോസിഷൻ ഇൻ ഇലക്ട്രീഷ്യൻ സോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക്കൽ പർപ്പസിനൊക്കെ വേണ്ടി, അതായത് ഇലക്ട്രിക്കൽ ബേസ്ഡ് പർപ്പസസിനൊക്കെ യൂസ് ചെയ്യുന്ന സോൾഡറിങ്ങിന് ഉപയോഗിക്കുന്ന സോൾഡർ മെറ്റീരിയലിൽ എത്ര പെർസെൻറ്റേജ് എന്ന് പറയുന്നത്, ടിന് ഓപ്ഷൻ എ ഇസ് ടിൻ 40%, ലെഡ് 60%, ഓപ്ഷൻ ബി ടിൻ 60%, ലെഡ് 40%, ഓപ്ഷൻ സി ടിൻ 30%, ലെഡ് 70%, ഓപ്ഷൻ ഡി ടിൻ 50%, ലെഡ് 50%. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക തന്നെ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് അല്ലാതെ ആലോചിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതല്ല, നമ്മൾ ഒന്ന് ഓർത്ത് വെക്കുക ഈ കാര്യം. ഇലക്ട്രീഷ്യൻ സോൾഡറിൽ ടിൻ 60%, അതേപോലെ തന്നെ ലെഡ് വരുന്നത് എത്രയാ 40% ആണ്. അപ്പോൾ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം കൂടെ ഇതിനെ കൂടെ തന്നെ ഡിസ്കസ് ചെയ്ത് പോവാം. ഇലക്ട്രീഷ്യൻ സോൾഡറിൽ ടിൻ 60%, അതേപോലെ ലെഡ് 40% ആണെങ്കിൽ ഇവിടെ ഒരു കണ്ടോ നമ്മളൊരു 50-50 ഉണ്ട് അല്ലേ, ടിൻ 50 അതേപോലെ എന്തുണ്ട് ലെഡ് 50 ഉണ്ട് അല്ലേ. അപ്പോൾ ടിൻ 50 ലെഡ് 50 എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പറയും കൊയർ സോൾഡർ പറഞ്ഞിട്ടൊരു സോൾഡർ ഉണ്ട്, ഹെവി വർക്കിലൊക്കെ ഉപയോഗിക്കുന്ന സോൾഡർ ആണ് കൊയർ സോൾഡർ. ഇലക്ട്രീഷ്യൻ സോൾഡർ ശരിക്കും ലൈറ്റ് വർക്കായി ഇലക്ട്രിക്കൽ വർക്കിലൊക്കെയാണ് യൂസ് ചെയ്യുക. കുറച്ചും കൂടെ ലാർജ് ആയിട്ടുള്ള ഹെവി വർക്കിലൊക്കെ സോൾഡറിങ്ങിന് ഉപയോഗിക്കുന്ന സോൾഡർ ആണ് ശരിക്കും എന്ത് നമ്മൾ കൊയർ സോൾഡർ. അപ്പോൾ കൊയർ സോൾഡർ എന്ന് പറയുന്നത് ശരിക്കും ടിന്ന് 50%, അതേപോലെ ലെഡ് 50%. അത് കുറച്ചും കൂടെ ഓർക്കാം അല്ലേ, 50-50 എന്ന് പറയുന്നത് ഏതായിരുന്നു, കൊയർ സോൾഡർ. ഇലക്ട്രീഷ്യൻ സോൾഡറിൽ 60% ടിന്നും അതേപോലെ 40% ലെഡും ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ഇതും സോൾഡറിങ്ങിനെ സംബന്ധിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് നോക്കാം. വിച്ച് സോൾഡറിങ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ ആൻഡ് ടിന്നിങ് വർക്ക്? ഇതിൽ കുറേ സോൾഡറിങ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആ സോൾഡറിങ്ങിൽ ടിന്നിങ് വർക്കിനും അതുപോലെ ഹെവി വർക്കിനും ക്വാണ്ടിറ്റി, അതായത് മെഷീൻ അതിനൊക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്വാണ്ടിറ്റി വർക്ക് പ്രൊഡക്ഷനൊക്കെ ഉപയോഗിക്കുന്ന ടിന്നിങ് മെത്തേഡ് അല്ലെങ്കിൽ സോൾഡറിങ് മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഡിപ്പ് സോൾഡറിങ് മെത്തേഡ്, ഓപ്ഷൻ ബി ടെമ്പറേച്ചർ കൺട്രോൾഡ് സോൾഡറിങ്, ഓപ്ഷൻ സി മെഷീൻ സോൾഡറിങ് ആൻഡ് ഓപ്ഷൻ ഡി വിൽ ബി സോൾഡറിങ് വിത്ത് ഫ്ലെയിം. ഇതിലിപ്പോൾ മെഷീൻ സോൾഡറിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ മെഷീൻസിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഫ്ലെയിമിൽ ഉപയോഗിക്കുന്ന സോൾഡറിംഗ് ആണ് സോൾഡറിംഗ് വിത്ത് ഫ്ലെയിം എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുന്ന സോൾഡറിംഗ് ആണ് ടെമ്പറേച്ചർ കൺട്രോൾഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓർത്ത് വെക്കുക, മനസ്സിലാക്കി വെക്കുക, ടിന്നിങ് വർക്കിനും അതേപോലെ ക്വാണ്ടിറ്റി പ്രൊഡക്ഷനെയും നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിപ്പ് സോൾഡറിംഗ് മെത്തേഡ്. ഡിപ്പ് സോൾഡറിംഗ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ ആൻഡ് ടിന്നിങ് വർക്ക്സ്. അപ്പോൾ ഓപ്ഷൻ എ വിൽ ബി ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The resistance of a conductor is directly proportional to, അല്ലേ? അതായത് താഴെ തന്ന ഓപ്ഷൻസിൽ റെസിസ്റ്റൻസ് ഇതിൽ ഏതിനാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് റെസിസ്റ്റൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, അതായത് ഇലക്ട്രോൺസിന്റെ ഫ്ലോനാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന ഫിനോമിനയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഇതെല്ലാവരും ഓർത്ത് വെക്കുക, പഠിച്ചു വെച്ചിട്ടുണ്ടാവുമായിരിക്കും. റെസിസ്റ്റൻസ് ആർ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ അല്ലേ. റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ഡിവൈഡ് ബൈ എ. ഹിയർ റോ ഇസ് ദി റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ്. എൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ എൽ എന്ന് കണ്ടാൽ പെട്ടെന്ന് നമ്മൾ കൊടുക്കുന്നത് എന്താ, ലെങ്ത് ആണ്. എ എന്ന് പറയുന്നത് എന്താ, ഏരിയ ആണ് അല്ലേ. റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി ആണ്. റെസിസ്റ്റിവിറ്റീനെ നമ്മൾ ഒന്നുകൂടെ പറയും സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയും. റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, ആർ എന്ന് പറയുക അല്ലേ. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ഡിവൈഡ് ബൈ എ. ഈ ഒരു റിലേഷൻ അറിഞ്ഞ് നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ നോക്കിയാൽ ലെങ്ത് റെസിസ്റ്റൻസിന് എങ്ങനെയുള്ളത്, ന്യൂമറേറ്ററിലല്ലേ ഉള്ളത്. ന്യൂമറേറ്ററിലാണ് ഉള്ളതെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണല്ലേ. ഡിനോമിനേറ്ററിലാണ് ഉള്ളതെങ്കിൽ താഴെയാണുള്ളതെങ്കിൽ താഴത്തെ ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയുക, ഡിനോമിനേറ്റർ എന്നും മുകളിലത്തെ ഭാഗത്തിനാണ് നമ്മൾ ന്യൂമറേറ്റർ എന്ന് പറയാം. അപ്പോൾ താഴത്തെ ഭാഗത്തിലാണ് ഏരിയ ഉള്ളതുകൊണ്ട് എ ഈസ് ഇൻവേഴ്സ്ലി അല്ലേ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്താ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇൻവേഴ്സിലി ഒന്ന് കൂടുമ്പം മറ്റേത് കുറയും. ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ഒന്ന് കൂടുമ്പം മറ്റേതും കൂടും, അല്ലെങ്കിൽ ഒന്ന് കുറയുമ്പോൾ മറ്റേതും കുറയും. ഡയറക്റ്റ് ആക്ഷനും ഇൻവേഴ്സ് ആക്ഷനും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏത് ക്വാണ്ടിറ്റി ആണ് റെസിസ്റ്റൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നല്ലേ ചോദിച്ചിട്ടുള്ളത്? ഓൾറെഡി ഞാൻ ആൻസർ പറഞ്ഞില്ലേ, ഏതായിരുന്നു? ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ബ്രെഡ്ത്ത് നമുക്കൊരു ഓപ്ഷനേ അല്ല അല്ലേ, വോളിയം നമുക്കൊരു ഓപ്ഷനേ അല്ല. ആകെ നമുക്ക് രണ്ട് ക്വാണ്ടിറ്റിയാണ് കാര്യമായിട്ട് വരുന്നത്. റെസിസ്റ്റൻസ് ഏതിനും റിലേറ്റ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏരിയയും ലെങ്ത്തിനും മാത്രമേ റിലേറ്റ് ചെയ്യുന്നുള്ളൂ. റെസിസ്റ്റിവിറ്റി എന്നൊരു ഓപ്ഷൻ ഇതിലുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏരിയക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, അതേപോലെ ലെങ്ത്തിന് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ? അവിടുന്ന് പറയുന്നുണ്ടാവുമായിരിക്കും അല്ലേ ആൻസർ ഇത് കേൾക്കുമ്പോൾ. അപ്പോൾ ഇവിടെ ലെങ്ത് കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് കൂടും, ലെങ്ത് കുറയുന്ന സമയത്ത് റെസിസ്റ്റൻസ് കുറയും. അതേപോലെ തന്നെ നമുക്കൊന്നും കൂടെ ആലോചിച്ചാൽ ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് വിൽ ബി ഡിക്രീസസ്. ഏരിയ കുറയുമ്പം റെസിസ്റ്റൻസ് കൂടണം, ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയണം അല്ലേ? ഇൻവേഴ്സ് ആക്ഷൻ. ലെങ്ത്തിന് ഡയറക്റ്റ് ആക്ഷൻ. അപ്പം ഒരു രണ്ട് ആൻസർ ഇന്ന് കിട്ടിയാലേ നമുക്ക് ലെങ്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ്. അതേപോലെ റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അല്ലേ 1/ഏരിയ. 1/ഏരിയ എന്ന് പറയുന്നത് നമ്മൾ പ്രൊപ്പോർഷണൽ സൈൻ ആണ് ഇട്ടിട്ടുള്ളത്, അതുകൊണ്ട് 1/ഏരിയ. ഇൻവേഴ്സ് ആക്ഷൻ, ഡയറക്റ്റ് ആക്ഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ലെങ്ത്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി അല്ലേ? അവിടെ ഉത്തരം പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ലേ? കിട്ടുന്നില്ലെങ്കിൽ നോക്കണേ. ഈ ഓപ്ഷൻസ് ഒക്കെ ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സെക്ഷനിൽ നമുക്ക് പലതരത്തിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി അല്ലെ R is equal to rho into L divided by A. SI യൂണിറ്റ് ആണ് ചോദിക്കുന്നത് അല്ലേ? സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓം തന്നിട്ടുണ്ട്, ഓം പെർ മീറ്റർ തന്നിട്ടുണ്ട്, ഓം മീറ്റർ തന്നിട്ടുണ്ട്, മീറ്റർ ബാർ ഓം എന്നെല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് കുറേ യൂണിറ്റ് പഠിക്കണ്ട അല്ലേ? റെസിസ്റ്റൻസ്, കറണ്ട്, വോൾട്ടേജ്, കപ്പാസിറ്റൻസ്, ഇതൊക്കെ കുറേ നമ്മൾ അങ്ങോട്ടും എത്തുമ്പോൾ ഇൻഡക്റ്റൻസ്, അങ്ങനെ കുറേ യൂണിറ്റ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് യൂണിറ്റ്സ് ഒന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ബൈഹാർട്ട് പഠിച്ചു വെക്കാൻ പാടില്ല. യൂണിറ്റ്സ് ഒക്കെ നമുക്ക് അതായത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേഷൻസ് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ ഇക്വേഷൻ എന്തായാലും നമുക്ക് അറിയണം അല്ലേ? R is equal to rho into L/A എന്നുള്ള ഇക്വേഷൻ നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. കാരണം വെച്ചാൽ നമുക്ക് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് എന്ത്? ഓം എന്ന് പറയുന്നത് അല്ലേ? ലെങ്ത്തിൻ്റെ യൂണിറ്റ്, അതായത് നീളത്തിൻ്റെ യൂണിറ്റ് നമ്മൾ സാധാരണ SI യൂണിറ്റ് സെൻറ്റിമീറ്ററും മില്ലിമീറ്ററും ഒക്കെ ഉണ്ട്. പക്ഷേ SI യൂണിറ്റ് എന്താണ് ശരിക്കും? മീറ്റർ ആണ്. ഏരിയൻ്റെതോ മീറ്റർ സ്ക്വയർ ആണല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് എടുക്കുന്നെങ്കിൽ ലെങ്ത് മീറ്ററിലെ ബ്രെഡ്ത്ത് മീറ്റർ ആണെങ്കിൽ ഏരിയ വിൽ ബി മീറ്റർ ഇൻറ്റു മീറ്റർ സ്ക്വയറിലായിരിക്കും അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് എഴുതാം. R is equal to ഡയറക്റ്റ് നമുക്ക് എഴുതാൻ പറ്റും, പക്ഷേ കുറച്ചും കൂടി ഈസി ആയിട്ട് ഞാൻ പറയുന്നതാണ്. നമുക്ക് മനസ്സിലാക്കി പഠിക്കുക, അല്ലാതെ വെറുതെ ബൈഹാർട്ട് പഠിക്കുന്നതിലുപരി മനസ്സിലാക്കി പഠിക്കുക. R is equal to rho into L divided by A ആണല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? R into A divided by L എന്ന് എഴുതാൻ പറ്റും ഇല്ലേ? റെസിസ്റ്റൻസ് ഇൻറ്റു ഏരിയ ഡിവൈഡ് ബൈ ലെങ്ത്തിനാണ് നമ്മൾ എന്ത് പറയുക? റെസിസ്റ്റിവിറ്റി എന്ന് പറയുക. അപ്പം ഇവിടെ നമുക്ക് യൂണിറ്റ് ആയിട്ട് എഴുതുന്നത് നമുക്ക് എന്ത് എഴുതാം? റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് വിൽ ബി ഓം അല്ലേ? നമുക്ക് ഇതെങ്ങനെയാണ് വായിക്കുക? OH അല്ലേ? ഓം ആണ് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ്. ഏരിയൻ്റെ യൂണിറ്റ് എന്താണ് നമ്മൾ പറഞ്ഞു? മീറ്റർ സ്ക്വയർ. ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്താ? മീറ്റർ ആണ് അല്ലേ? ഇവിടെ ഞാൻ M എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? M എന്ന് പറയുന്നത് മീറ്റർ ആണ്. ഇനി നിങ്ങളിത് പഠിക്കുന്ന സമയത്ത് എടുത്ത് നോക്കിയിട്ട് കൺഫ്യൂഷൻ ആവരുത്. എന്താ സാറ് M സ്ക്വയർ എന്ന് എഴുതിയെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഇവിടെ ഒരു എമ്മും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി വരിക ഓം മീറ്റർ അല്ലേ? അതായത് റെസിസ്റ്റിവിറ്റീൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ ആയിരിക്കും. ഓം എന്ന് പറയുന്നത് ഓർമ്മിക്കുക, ഓമേൻ്റെ യൂണിറ്റ് ആയിരുന്നു. ഓം ഈസ് ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, ഓം റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് നമുക്ക് എന്ത് കിട്ടി? ഓം മീറ്റർ. ദാറ്റ് ഈസ് ഓപ്ഷൻ സി കിട്ടിയല്ലേ? നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു പ്രോബ്ലം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം നമുക്ക് പറയാം, പക്ഷേ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. നമുക്കൊരു ബേസിക് കൺസെപ്റ്റ് അറിയാനുള്ളൊരു കാര്യം. ക്വസ്റ്റ്യൻ ഇതാണ്: എ നിക്രോം വയർ ഓഫ് 10 cm ലെങ്ത് ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 2 ohm.
വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് 30 സെൻറ്റിമീറ്റർ ഓഫ് ദ സെയിം വയർ കീപ്പിംഗ് ദ ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്? ഒരു നിക്രോം വയർ ഉണ്ട്, ആ നിക്രോം വയർ 10 സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ റെസിസ്റ്റൻസ് എത്രയായിരുന്നു? 2 ഓം ആണ്. ഇനി റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. പക്ഷേ 10 സെൻറ്റിമീറ്ററിലെ ലെങ്ത്തുള്ള നിക്രോം വയറിനെ നമ്മൾ എന്താക്കി മാറ്റി? 30 സെൻറ്റിമീറ്റർ ഉണ്ടാവുന്ന വയർ ആക്കി മാറ്റി. അതായത് 10 സെൻറ്റിമീറ്റർ ഉപയോഗിച്ച് നമുക്ക് 2 ഓം റെസിസ്റ്റൻസ് കിട്ടി. അപ്പോൾ 30 സെൻറ്റിമീറ്റർ വയർ ഉപയോഗിച്ച് നമുക്ക് എത്ര കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് 10 സെൻറ്റിമീറ്റർ ഉപയോഗിച്ച് നമുക്ക് എന്ത് കിട്ടി? 2 ഓം കിട്ടി. അങ്ങനെയാണെങ്കിൽ 30 സെൻറ്റിമീറ്റർ ഉപയോഗിച്ച് നമുക്ക് എന്ത് കിട്ടും? റെസിസ്റ്റൻസിനെ നമുക്ക് അറിയാത്തതായതുകൊണ്ട് നമുക്ക് എക്സ് എന്ന് വിളിക്കാം അല്ലേ? നമ്മൾ സാധാരണ മുന്നേ സ്കൂളുകളിൽ നമ്മൾ അറിയാത്ത ക്വാണ്ടിറ്റി നമ്മൾ എക്സ് ഇട്ടിട്ടാണ് പഠിക്കുന്നത് അല്ലേ? ഇവിടെ വേണമെങ്കിൽ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് ആർന്ന് വിളിക്കാം, ഇവിടെ ജസ്റ്റ് നമുക്ക് എക്സ് എന്ന് വിളിക്കാം. ഓക്കെ, 10 സെൻറ്റിമീറ്റർ 2 ഓം റെസിസ്റ്റൻസ് കൊടുക്കും, 30 സെൻറ്റിമീറ്റർ എത്ര കൊടുക്കും? എക്സ് എന്നല്ലേ? നമുക്ക് അറിയില്ല, അത് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കൊരു റേഷ്യോ പോലെ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 10/30 ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ എക്സ് എന്ന് എഴുതിക്കൂടെ അല്ലേ? 10/30 10 സെൻറ്റിമീറ്റർ 2 ഓം റെസിസ്റ്റൻസ്, 30 സെൻറ്റിമീറ്റർ നമുക്കറിയില്ല, അതിന് നമ്മൾ എക്സ് റെസിസ്റ്റൻസ് എന്ന് വിളിച്ചു അല്ലേ? ഇവിടെ നമുക്ക് പറഞ്ഞു എക്സ് ആണ് നമ്മളെ എന്ത്? അൺനോൺ റെസിസ്റ്റൻസ്, നമുക്ക് അറിയാത്ത വാല്യൂ, നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എന്താ എടുക്കുന്നത്? എക്സ് ആണ് അൺനോൺ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, എക്സ് ആണ് അൺനോൺ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 10x is equal to 10 into x 10x, 2 into 30 60 കിട്ടൂലേ? കിട്ടും. അപ്പോൾ എക്സ് വിൽ ബി 60 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ നമുക്ക് ആൻസർ വിൽ ബി എന്ത് കിട്ടും? റെസിസ്റ്റൻസ് ആയതുകൊണ്ട് നമുക്ക് യൂണിറ്റ് എന്താ? ദറ്റ് ഈസ് ഓം ആണല്ലേ? സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? ഇവിടെ നമുക്ക് R is equal to rho into L by A എന്നുള്ളൊരു ഇക്വേഷൻ അറിയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ബേസിക് കൺസെപ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ബേസിക് ആയിട്ട് ഒരു നമ്മൾ സ്കൂൾ മാത്സിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് മാത്സ് ചെയ്യാൻ അറിയുന്ന ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ്. അപ്പോൾ ഇവിടെ ആൻസർ വിൽ ബി 6 ഓം ആണ്. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് വേറൊരു കാര്യം കൂടെ പറയാം. നമ്മളിപ്പോൾ R is equal to rho L by A എന്ന് പറഞ്ഞു അല്ലേ? അതായത് ലെങ്ത് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടണം? റെസിസ്റ്റൻസ് കൂടണ്ടേ? അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞേ? ലെങ്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ ക്വസ്റ്റ്യൻ നോക്കുക, ഒരു 10 സെൻറ്റിമീറ്റർ ഉള്ളതിന് 2 ഓം റെസിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് കൂടുതൽ ചെയ്തേ, അപ്പോൾ റെസിസ്റ്റൻസ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം? കൂടണ്ടേ? അപ്പോൾ കൂടണം. അപ്പോൾ അത് വെച്ച് പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആൻസർ ഫൈൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ അധികം 3 ഓപ്ഷൻ വരുന്നുണ്ട്, 6ഉം 3ഉം 12ഉം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാൻ വേണം. പക്ഷേ ആ ഒരു കൺസെപ്റ്റും കൂടി ഇതിൻ്റെ കൂടെ ഓർക്കുക അല്ലേ? ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നുണ്ട് അല്ലേ? ലെങ്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Then for metallic conductors resistance generally, അതായത് കണ്ടക്ടേഴ്സ് ഉണ്ട്, സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്, ഇൻസുലേറ്റേഴ്സ് ഉണ്ട് അല്ലേ? നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂൾ വരുന്നതാണെങ്കിലോ നമുക്കിതിൽ കൂടെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഒന്നാമത്തെ രണ്ടാമത്തെ മൊഡ്യൂളിലെ പ്രത്യേകത എന്ന് പറയുന്നത് മിക്സഡ് ആയിട്ടും ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ റെസിസ്റ്റൻസ് എങ്ങനെയാണ് ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ട് വാരി ചെയ്യുന്നുള്ളതാണ് പറയുന്നുള്ളത്. അതായത് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കറണ്ടിനെ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യിപ്പിക്കുന്ന മെറ്റീരിയലാണ് നമ്മൾ കണ്ടക്ടർ എന്ന് പറയുക. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ തീരെ കടത്തി വിടില്ല. ഇൻ ബിറ്റ്വീൻ ആണ് ശരിക്കും എന്താ? സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടക്ടേഴ്സിന്റെ കേസിൽ അല്ലെ, മെറ്റാലിക് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ മെറ്റൽസിന്റെ കേസിൽ, കണ്ടക്ടേഴ്സിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. അതായത് റെസിസ്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസസ് ഇൻ ടെമ്പറേച്ചർ. ഓർമ്മിക്കുക ഏതിന്? അതായത് കണ്ടക്ടേഴ്സിന്റെ കേസിൽ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ മെറ്റൽസ് എന്നൊക്കെ നമുക്ക് വേണം പറയാം. കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ മെറ്റൽസിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് വിൽ ബി ഇൻക്രീസസ്. അതായത് റെസിസ്റ്റൻസ് കൂടുന്നു, ടെമ്പറേച്ചർ കൂടുന്നു, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നു, റെസിസ്റ്റൻസ് കൂടുന്നു അല്ലേ? അതുകൊണ്ട് നമുക്ക് പറയാം കണ്ടക്ടേഴ്സിനെയും മെറ്റൽസിനെയും എന്ത് ടൈപ്പ് ഓഫ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റാ കണ്ടിട്ടുണ്ടാവൂലേ? സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നതല്ലേ അത്? പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ആണ് ഏതിന് വരുന്നത്? കണ്ടക്ടേഴ്സിന് വരുന്നത്. പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ആണ് വരുന്നത്. ഇനി സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, അതുപോലെ നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന നമ്മളെ എന്താ പറയുക ഇലക്ട്രോലൈറ്റ്സിനൊക്കെ അതിൻ്റെ കേസ്, അതായത് നമുക്ക് വേണ്ടത്, നമുക്ക് ബേസിക്കലി നമുക്ക് ഇവിടെ വേണ്ടത് സെമി കണ്ടക്ടേഴ്സ്, അതേപോലെ ഇൻസുലേറ്റേഴ്സിന് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കൊടുത്താൽ മതി. അതായത്
എന്ത് കൂടുമ്പം? ടെമ്പറേച്ചർ കൂടുമ്പം റെസിസ്റ്റൻസ് വിൽ ബി ഡിക്രീസസ്. ഓക്കെ, ഒന്നുകൂടെ ഓർത്താലോ. കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ മെറ്റൽസിന് എങ്ങനെയായിരുന്നു? ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നു, ഡയറക്റ്റ് ആക്ഷൻ ആണല്ലേ, അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്നൊക്കെ പറയാം നമുക്ക്. അപ്പോൾ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ്. ഫോർ സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സിന് എന്ത് കോഎഫിഷ്യന്റ് ആയിരിക്കും? അപ്പം പോസിറ്റീവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് അല്ലേ. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് വിൽ ബി ഡിക്രീസസ് ഫോർ സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, ഇലക്ട്രോലൈറ്റ്. ഇതൊക്കെ ഓർത്തു വെക്കുക കേട്ടോ. അപ്പോൾ നോക്കാം നമുക്ക്. ഫോർ മെറ്റാലിക് കണ്ടക്ടേഴ്സ് റെസിസ്റ്റൻസ് ജനറലി ഓപ്ഷൻ എ ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ, ഓപ്ഷൻ ബി ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ, ഓപ്ഷൻ സി റിമൈൻസ് കോൺസ്റ്റന്റ്, ഓപ്ഷൻ ഡി ബിക്കം 0. അപ്പോൾ ഇവിടെ എന്തായിരുന്നു? കണ്ടക്ടേഴ്സിന് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി അല്ലേ. റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് വിൽ ബി ഇൻക്രീസസ്. Next question, if the length of a wire is doubled while its area remains constant, its resistance become. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ലെങ്ത്തും റെസിസ്റ്റൻസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ഏരിയയും റെസിസ്റ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു ഇല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് വെച്ച് നമുക്ക് എങ്ങനെ പറയാം? ലെങ്ത് ഓഫ് എ വയർ ഈസ് ഡബിൾ, അതായത് ഒരു വയറിന്റെ ലെങ്ത് ഡബിൾ ചെയ്തു, പക്ഷെ ഏരിയ നമ്മൾ എന്ത് ചെയ്തു? ഏരിയനെ കുറിച്ച് നമ്മളൊന്നും പറയില്ല, ഏരിയ കോൺസ്റ്റന്റ് ആക്കി വെച്ചു. അങ്ങനെയാണെങ്കിൽ നോക്കാം നമുക്ക്. ഇക്വേഷനിൽ R is equal to rho L by A എന്നുള്ള ഇക്വേഷൻ, പക്ഷെ ഇക്വേഷൻസ് അപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഏത് അപ്ലൈ ചെയ്താൽ മതി? റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ്. ഇവിടെ ലെങ്ത് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടണം? റെസിസ്റ്റൻസ് കൂടണ്ടേ? വേണ്ടേ? വേണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ലെങ്ത് ഡബിൾ ചെയ്താൽ റെസിസ്റ്റൻസ് വിൽ ബി ഓൾറെഡി എന്ത് ചെയ്യും? റെസിസ്റ്റൻസും ഡബിൾ ചെയ്യും അല്ലേ. റെസിസ്റ്റൻസ് വിൽ ബി 2 times ഇൻക്രീസ് ചെയ്യണം. അപ്പൊ റെസിസ്റ്റൻസ് ലെങ്ത്, ഇനി അത് ഏരിയ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഏരിയ കൂടെ റെസിസ്റ്റൻസ് കുറയല്ലേ വേണ്ടത്, ആ രീതിയിൽ. അപ്പൊ ഇവിടെ നോക്കുക, ലെങ്ത് ഡബിൾ ആയി, ലെങ്ത് ഡബിൾ ആകുമ്പം റെസിസ്റ്റൻസ് വിൽ ബി ഡബിൾഡ്. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ അല്ലേ. 4 times ഹാഫ് എന്നൊക്കെ കാണാൻ പറ്റും, പക്ഷെ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് ആൻസർ ഏതായിരുന്നു? ഓപ്ഷൻ സി, ഡബിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ SI യൂണിറ്റ് ഓഫ് കണ്ടക്റ്റൻസ് അല്ലേ. നമ്മളിപ്പോൾ റെസിസ്റ്റൻസ്, വോൾട്ടേജ്, EMF എന്നൊക്കെ പറഞ്ഞു, പക്ഷെ നമ്മളിവിടെ കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് കണ്ടക്റ്റൻസ് എന്താണെന്ന് നോക്കാം അല്ലേ. ഇതും ചോദിക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്ന് വെച്ചാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് അല്ല ചോദിച്ചിരിക്കുന്നത്, കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ റെസിസ്റ്റൻസ്, കണ്ടക്റ്റൻസ്, കണ്ടക്റ്റൻസ്, റെസിസ്റ്റൻസ് എന്നല്ലേ ഉള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അത്? എന്തോ ഒരു കണക്ഷൻ ഇല്ലേ? ഉണ്ട്. അപ്പോൾ എന്താ കണക്ഷൻ നമുക്ക് നോക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇവിടെ ഓപ്ഷൻ നോക്കാം അല്ലേ. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് എ ഓം, ഓപ്ഷൻ ബി സീമെൻസ്, ഓപ്ഷൻ സി ഹെൻറി, ഓപ്ഷൻ ഡി ഫാരഡ് അല്ലേ. അപ്പോൾ ഇതിൽ ഓം ഇതിൻ്റെ യൂണിറ്റ് ആയിരുന്നു. ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണല്ലേ ഓം, നമ്മൾ പഠിച്ചത് വെച്ചിട്ട്. ഓം ഈസ് ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്റ്റൻസ് ഈസ് ഈക്വൽ ടു 1 divided by റെസിസ്റ്റൻസ് ആണ്. അതായത് റെസിസ്റ്റൻസിൻ്റെ ഇൻവേഴ്സിനെയാണ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? കണ്ടക്റ്റൻസ് എന്ന് പറയുക. ഓർക്കൂലേ? ചോദിക്കും, ഒന്നെങ്കിൽ ചോദിക്കാം റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ഈസ് നോൺ ആസ് കണ്ടക്റ്റൻസ്, അല്ലെങ്കിൽ കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? ഓം ആയിരുന്നല്ലേ. അപ്പോൾ ഓമിൻ്റെ തലതിരിച്ചിട്ടതായിരിക്കണം ശരിക്കും എന്ത് വരേണ്ടത്? യൂണിറ്റ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ശരിക്കും നമുക്ക് പറയാം കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വരുന്നത് നമ്മൾ മോ എന്ന് പറയും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓം തലതിരിച്ചിട്ട് എന്ത് കിട്ടും? മോ കിട്ടും അല്ലേ. അപ്പോൾ കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മോന്നാന്ന് പറയാം. അതായത് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് വിൽ ബി ഓം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? മോ ആണ്. പക്ഷെ ഇവിടെ നോക്കിയ ഓപ്ഷനിൽ മോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ? നമുക്ക് ഓപ്ഷൻ കാണാൻ പറ്റുന്നില്ല അല്ലേ. അപ്പോൾ വേറെ എന്തോ, ഈ മോനെ വേറെ എന്തോ ഒരു പേരും കൂടെ വിളിക്കുന്നുണ്ടാവുമായിരിക്കും. ആ പേരാണ് മോ, അല്ലെങ്കിൽ കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് നമ്മൾ മോ ഓർ സീമെൻസ്. നിങ്ങൾ മോ ബാർ സീമെൻസ് ഒന്നും ഓർത്ത് വെക്കരുത്. മോ ഓർ സീമെൻസ് ആണ് ഏതിൻ്റെ യൂണിറ്റ്? കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി വിൽ ബി ദി ആൻസർ. സീമെൻസ് ആണ് കണ്ടക്റ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഓർക്കുക, കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് അല്ലേ. അതെ.
ഇനി ഇവിടെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അതും കൂടെ നോക്കിയിട്ട് പോവാം. ഓപ്ഷൻ സി ഹെൻറി, ഓപ്ഷൻ ഡി ഫാരഡ് അല്ലേ. ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തവർക്ക് ഇതിൻ്റെ ആൻസർ നമുക്ക് പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഹെൻറി എന്ന് പറയുന്നത് ഏതിൻ്റെ യൂണിറ്റ് ആയിരുന്നു? ഹെൻറി ഫാരഡ് അല്ലേ. ഫാരഡ് എന്ന് പറയുന്നത് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. ഫാരഡ് വിൽ ബി യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ്. ഫാരഡ് ഈസ് യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ്. ഹെൻറി എന്ന് പറയുന്നത് എന്തായിരുന്നു? അപ്പം ഹെൻറി എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ഇൻഡക്റ്റൻസ്. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്, കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് മോ അല്ലെങ്കിൽ സീമെൻസ് ആണ്. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പഠിച്ചു അല്ലേ, ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ഹെൻറി ആണ്, അതുപോലെ കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ് ആണെന്ന് പഠിച്ചു. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് വിൽ ബി ഓം ആണ്. ഇതുവരെ പറഞ്ഞാലും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ആൻ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ? അതായത് താഴെ പറയുന്നതിൽ ഏതാണ് ഇൻസുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുക? അപ്പം നമ്മൾ പറഞ്ഞു കറണ്ടിനെ കംപ്ലീറ്റ് ആയിട്ട് കടത്തി വിടാത്തതാണ് എന്ത്? ഇൻസുലേറ്റർ ഉണ്ടല്ലേ. ഇപ്പം ഇലക്ട്രിക്കൽ സർക്യൂട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അപ്ലയൻസസിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ടൂൾസിൽ കറണ്ട് കടത്തി വിടുന്ന ഒരു പാർട്ടും വേണം, കറണ്ട് കടത്തി വിടാത്ത ഭാഗവും വേണം അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നമുക്കത് പോയി തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കൂലേ. നമുക്ക് ഹാൻഡിൽ ഇപ്പം നമുക്കൊരു ടെസ്റ്റർ യൂസ് ചെയ്യണം. ടെസ്റ്ററിൻ്റെ ഒരു മെറ്റാലിക് പാർട്ട് ഉണ്ടാവും. ആ മെറ്റാലിക് പാർട്ട് വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? കറണ്ട് നമ്മുടെ ബോഡിയിലേക്ക് വരും, നമുക്ക് ഷോക്ക് വരും അല്ലേ. പക്ഷെ എന്ത് ചെയ്യണം? അവിടെ നമുക്ക് നമ്മളൊരു കൺവീനിയൻ അല്ലെങ്കിൽ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒരു പാർട്ട് വേണം അല്ലേ. അതായത് നമുക്ക് മെറ്റാലിക് പാർട്ട് ആവാൻ പാടുണ്ടത്. മെറ്റാലിക് പാർട്ട് ആവാൻ പാടില്ല. കറണ്ടിനെ കടത്തി വിടാൻ പാടില്ല. കറണ്ടിനെ കടത്തി വിടാൻ പാടില്ല. കറണ്ടിനെ തീരെ കടത്തി വിടാത്ത ആ ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻസുലേറ്റർ. അപ്പം ഇതിൽ ഏതാണ് ഇൻസുലേറ്റർ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇതിൽ ഓപ്ഷൻ എ കോപ്പർ ഉണ്ട്, ഓപ്ഷൻ ബി അലുമിനിയം ഉണ്ട്, ഓപ്ഷൻ സി റബ്ബർ ഉണ്ട്, ഓപ്ഷൻ ഡി സിൽവർ ഉണ്ട് അല്ലേ. ഇതിൽ നോക്കിയേ, കോപ്പർ ആയിക്കോട്ടെ, അലുമിനിയം ആയിക്കോട്ടെ, സിൽവർ ആയിക്കോട്ടെ, ഇതൊക്കെ എന്താ? കണ്ടക്ടേഴ്സ് ആണല്ലേ. ഏറ്റവും നല്ല കണ്ടക്ടർ ഏതാ? ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഏറ്റവും കണ്ടക്ടിവിറ്റി കൂടിയ കണ്ടക്ടർ ഏതായിരുന്നു? സിൽവർ ആണല്ലേ. പക്ഷെ സിൽവർ നമ്മൾ എല്ലാ കേസിലും യൂസ് ചെയ്യുന്നില്ല. അതിൻ്റെ കാര്യം സിൽവറിന് കോസ്റ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് കണ്ടക്ടിവിറ്റി കൂടുതലായിട്ടുള്ളത് ഏതായിരുന്നു? കോപ്പർ ആണ്. കോപ്പർ ചീപ്പസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കോപ്പർ നമ്മൾ കണ്ടക്ടറായിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കോപ്പർ ആയിക്കോട്ടെ, അലുമിനിയം ആയിക്കോട്ടെ, അതേപോലെ സിൽവർ ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? കണ്ടക്ടേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ എന്താ ഓപ്ഷൻ? ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഏതായിരുന്നു? റബ്ബർ അല്ലേ. ഓക്കെ, ഇൻസുലേറ്റർ ആണ് റബ്ബർ അല്ലേ. അപ്പോൾ റബ്ബറിൻ്റെ ഹാൻഡിലുള്ള ടൂൾസൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി വിൽ ബി ദി ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്ന, അതായത് ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി റബ്ബറാണ് ഇവിടെ ആൻസർ. ക്ലിയർ അല്ലേ? അപ്പോൾ കണ്ടക്ടേഴ്സ് ഓർമ്മിക്കുക, ഇൻസുലേറ്റേഴ്സ് ഓർമ്മിക്കുക, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ഓർമ്മിക്കുക? സെമി കണ്ടക്ടേഴ്സും കൂടെ ഓർമ്മിക്കുക. ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടോ എന്ന് ഓർമ്മിക്കണം. വിത്ത് എക്സാമ്പിൾസ്, അതിലെ കാര്യങ്ങൾ എന്താ, അതിൻ്റെ വാല്യൂസ് ഉണ്ടെങ്കിൽ വാല്യൂസ് ഒക്കെ ക്ലിയർ ആയിട്ട് ഇപ്പം ക്വസ്റ്റ്യൻസ് റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഈ സീരീസ് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ വേണ്ടത്, നിങ്ങൾ ഒരിക്കലും നോട്ട് എടുത്ത് മറിച്ചിട്ട് ഇന്നത് ഇവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ പോയാൽ കിട്ടില്ല. നിങ്ങളിത് ഫൈനൽ പ്രിപ്പറേഷനിലാണ്, സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ഒരു സെക്ഷനാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് മെറ്റീരിയൽ ഹാസ് ദ ഹയസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എമംഗ് ദ ഫോളോയിങ്? ഇതിൻ്റെ ആൻസർ ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ. അതായത് താഴെ തന്നതിൽ ഏറ്റവും കൂടുതൽ കണ്ടക്ടിവിറ്റി ഉള്ളത്. അപ്പോൾ ഇവിടെ നോക്കി, ഓപ്ഷൻ എ കോപ്പർ ഉണ്ട്, ഓപ്ഷൻ ബി അലുമിനിയം ഉണ്ട്, ഓപ്ഷൻ സി സിൽവർ ഉണ്ട്, ഓപ്ഷൻ ഡി എന്നുണ്ട് ഗോൾഡ് ഉണ്ട് അല്ലേ. ഇതെല്ലാം എന്താണ്? കണ്ടക്ടേഴ്സ് ആണ്. എല്ലാം ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. കോപ്പർ ആയിക്കോട്ടെ, അലുമിനിയം ആയിക്കോട്ടെ, സിൽവർ ആയിക്കോട്ടെ, ഗോൾഡ്, ഇതെല്ലാം ഏതാണ്? കണ്ടക്ടേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ല കണ്ടക്ടേഴ്സ് ഏതാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഓർമ്മിക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് സിൽവർ, ഗോൾഡ്, അലുമിനിയം, കോപ്പർ ഉണ്ട് അല്ലേ. അപ്പോൾ ഏറ്റവും ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു, അതിൻ്റെ ആൻസർ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഈസി ആയിട്ട് ചൂസ് ചെയ്യാം. ഏതാണ്? ഓപ്ഷൻ സി സിൽവർ ആണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് ആ കണ്ടക്ടിവിറ്റി പെർസെൻറ്റേജ് വരുന്നതും കൂടെ പറയാം. അപ്പം സിൽവറിന് ശരിക്കും കണ്ടക്ടിവിറ്റി വരുന്നത് 100% ആണ്. ഓക്കെ, സിൽവറിന് ഏറ്റവും കൂടുതൽ കണ്ടക്ടിവിറ്റി ഉള്ളത് 100% ഫുൾ കണ്ടക്ടിവിറ്റി ആണ്. രണ്ടാമത്തത് കോപ്പറിനാണ്. കോപ്പറിന് അറൗണ്ട് 94% ആണ് കണ്ടക്ടിവിറ്റി വരുന്നത്.
ഓക്കെ. മൂന്നാമത് വരുന്നത് ഗോൾഡിനാണ്. ഗോൾഡിന് അറൗണ്ട് 67% ആണ് കണ്ടക്ടിവിറ്റി വരുന്നത്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്, ചെറിയ വാല്യൂഷൻ ഒക്കെ വരാം. പിന്നെ വരുന്നത് അലുമിനിയത്തിനാണ്. അലുമിനിയത്തിന് അറൗണ്ട് 54 ആ റേഞ്ചിലാണ് വരുന്നത്. ഓക്കെ. അതായത് ഇതൊക്കെ എന്തായിരുന്നു, ഇത് കണ്ടക്ടിവിറ്റി ആണ് അല്ലേ, കണ്ടക്ടിവിറ്റീൻ്റെ പെർസെൻറ്റേജ് ആണ് പറഞ്ഞത്. കണ്ടക്ടിവിറ്റി പെർസെൻറ്റേജസ് ആണ് നമ്മൾ പറഞ്ഞു. സിൽവറിന് 100%, ഗോൾഡിന് 67, അലുമിനിയത്തിന് 54, അതേപോലെ കോപ്പറിന് 94%. വേണമെങ്കിൽ നമുക്കിതൊന്ന് ഓർത്തൂടെ? എങ്ങനെ ഓർക്കാം? ഈ ഒരു ഓർഡർ ഓർത്തൂടെ? വേണമെങ്കിൽ നമുക്ക് അതും ആ ഓർഡർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാം. സിൽവർ, കോപ്പർ, ഗോൾഡ്, അലുമിനിയം. ഈ ഓർഡറിലല്ലേ വരുന്നത്? സിൽവർ, കോപ്പർ, ഗോൾഡ്, അലുമിനിയം. ഓക്കെ. വേണമെങ്കിൽ ഫസ്റ്റ് ലെറ്റർ ഒക്കെ വെച്ചിട്ട് ഓർമ്മിക്കാം അല്ലേ, അല്ലെങ്കിൽ ഫസ്റ്റ് ഇത് ഈ ഒരു ഇത് വേണമെങ്കിൽ നമുക്ക് ഓർമ്മിക്കാം. SiCO അല്ലേ, GOAL എന്നെല്ലാം വേണമെങ്കിൽ ഓർമ്മിക്കാം. സിൽവർ, കോപ്പർ, ഗോൾഡ്, അലുമിനിയം. 100%, 94%, 67% ആൻഡ് ഓൾസോ 54%. അപ്പോൾ ഏറ്റവും കണ്ടക്ടിവിറ്റി കൂടുതലുള്ളത് ഈ താഴെ, അതായത് ഈ 4 ഏറ്റവും കണ്ടക്ടിവിറ്റി കൂടുതലുള്ളത് അല്ലെങ്കിൽ ഏറ്റവും നല്ല കണ്ടക്ടർ സിൽവർ ആണ്. അതിൻ്റെ കൂടെ പറഞ്ഞു സിൽവറിന് ഹൈ കോസ്റ്റ് ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ യൂസ് മിനിമൽ ആയിട്ട് വന്നത്. സെക്കൻഡ് ഗുഡ് കണ്ടക്ടർ ഈസ് കോപ്പർ. കോപ്പർ ആണ് വൈഡ്ലി യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പോൾ നമ്മൾ ഇത് പറഞ്ഞതിലൂടെ നമുക്ക് വേറെ ക്വസ്റ്റിൻ്റെ ആൻസറും കൂടെ കിട്ടും ഇല്ലേ? ക്ലിയർ? ഓക്കെ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയിക്കൂടെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൗ മെനി ഇലക്ട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ ദി ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് ഓഫ് എ സെമി കണ്ടക്ടർ? ഒരു സെമി കണ്ടക്ടറിൻ്റെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഒരു ആറ്റം ഉണ്ടാവും, ആറ്റത്തിൽ ഇലക്ട്രോൺസ് ഉണ്ടാവും, അല്ലെ പ്രോട്ടോൺസ് ഉണ്ടാവും, ന്യൂട്രോൺസ് ഉണ്ടാവും. ആറ്റത്തിൻ്റെ സെൻട്രൽ പാർട്ടിന് നമ്മൾ ന്യൂക്ലിയസ് എന്നൊക്കെ പറയുന്നതെല്ലാം പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സെമി കണ്ടക്ടറിൻ്റെ ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കണ്ടക്ഷൻ അല്ലെങ്കിൽ കറണ്ട് കടത്തി വിടുന്നത് ഇൻ ബിറ്റ്വീൻ ആണ്. തീരെ കടത്തി വിടാണ്ടിരിക്കുകയും ചെയ്യില്ല, ഭയങ്കരമായിട്ട് കടത്തി വിടുകയും ചെയ്യില്ല, ഇൻ ബിറ്റ്വീൻ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C 4 ആണ്. അതായത് സെമി കണ്ടക്ടേഴ്സിൽ 4 വാലൻസ് ഇലക്ട്രോൺസ് ആണ് വേണ്ടത്. ആ 4 വാലൻസ് ഇലക്ട്രോൺസ് എന്തിനാണ് 4 എന്ന് പറയുന്നത്? അതിൻ്റെ തൊട്ടടുത്തുള്ള ആറ്റം ആയിട്ടുണ്ട് ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടി. ഇതൊന്നും നിങ്ങൾ ഓർത്ത് വെക്കണമെന്നില്ല, ജസ്റ്റ് 4 എന്നുള്ള ഒരു വാല്യൂ ഓർത്താൽ മതി. അതായത് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള നിയർ ബൈ ആറ്റംസുമായിട്ട് കോവാലൻ ബോണ്ട് ഫോം ചെയ്തിട്ട് ആണ് സെമി കണ്ടക്ടർ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 4 ആറ്റംസ് ആണ് വാലൻസ് ഇലക്ട്രോണിൽ ഏതിലുണ്ടാവുക? സെമി കണ്ടക്ടറിൽ ഉണ്ടാവുക. ഇനി വേറെ അതിൻ്റെ കൂടെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്, സെമി കണ്ടക്ടറായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു അല്ലേ, കോപ്പർ, ഗോൾഡ്, അലുമിനിയം, സിൽവർ, ഇതൊക്കെ എന്തായിരുന്നു? ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. അതുപോലെ റബ്ബർ, പേപ്പർ അല്ലെ, മൈക്ക, ഇതൊക്കെ എന്താണ്? ഇൻസുലേഷൻ അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സ് ആണ്. അപ്പോൾ സെമി കണ്ടക്ടറിന് എക്സാമ്പിൾ ഇതിലൂടെ പഠിച്ചുകൂടെ? എന്തായിരുന്നു എക്സാമ്പിൾ എന്ന് പറയുന്നത് സിലിക്കൺ, ജർമേനിയം, ഇതൊക്കെ ഏതിൻ്റെ എക്സാമ്പിളാണ്? സെമി കണ്ടക്ടേഴ്സിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വേണം ചോദിക്കാം, സിലിക്കണിൻ്റെ വാലൻസിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? അപ്പോൾ നമ്മുടെ മൈൻഡിൽ പോകണം സിലിക്കൺ എന്ന് പറയുന്നത് എന്തായിരുന്നു? സിലിക്കൺ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സെമി കണ്ടക്ടറാണ്. സെമി കണ്ടക്ടറിൽ വാലൻസ് ഇലക്ട്രോണിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവുക? 4 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നോക്കുക, ഹൗ മെനി ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് ഓഫ് എ സെമി കണ്ടക്ടർ ഈസ് 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് തന്നെ ഞാൻ പറഞ്ഞു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സെമി കണ്ടക്ടർ? എന്തായിരുന്നു ഓപ്ഷൻ C സിലിക്കൺ. സിൽവറും അലുമിനിയം, കോപ്പറും ഒക്കെ എന്താണ്? ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അലുമിനിയം ഈസ് യൂസ്ഡ് ഇൻ ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈൻസ് മെയിൻലി ബിക്കോസ് ഓഫ് ഇറ്റ്സ്. അതായത് നമ്മൾ ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ടല്ലേ, നമുക്കറിയാം നമ്മളെ വീട്ടിലേക്ക് സപ്ലൈ എത്തുന്ന ട്രാൻസ്മിഷൻ ലൈൻസ് ഉണ്ട്. ഓവർഹെഡ് എന്ന് പറയുന്നത് തലക്ക് മേലെയുള്ളതുകൊണ്ടാണ് ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന കണ്ടക്ടർ അലുമിനിയം ആണെന്ന് ഈ ക്വസ്റ്റിൽ നമുക്ക് കിട്ടി അല്ലേ? അതും നമുക്ക് കഴിയും. ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈൻസ് ഉപയോഗിക്കുന്ന കണ്ടക്ടർ ഏതാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് അലുമിനിയം. അതെന്തുകൊണ്ടാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ റീസൺ ആണ് നമ്മൾ പറയേണ്ടത്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഫസ്റ്റ് വൺ ഈസ് ഹൈ ഡെൻസിറ്റി, ഓപ്ഷൻ B ലോ കണ്ടക്ടിവിറ്റി, ഓപ്ഷൻ C ലോ വെയിറ്റ് ആൻഡ് ഗുഡ് കണ്ടക്ടിവിറ്റി, ഓപ്ഷൻ D ഹൈ റെസിസ്റ്റൻസ്. ഇതൊക്കെ നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് ആലോചിച്ചാൽ കിട്ടുന്ന കാര്യമുള്ളൂ അല്ലേ? അലുമിനിയം ആണ് നമ്മൾ കണ്ടക്ടറായിട്ട് ഓവർ ഹെഡ് ട്രാൻസ്മിഷനിൽ ഉപയോഗിക്കുന്നത്.
ഭയങ്കരമായിട്ട് വെയിറ്റും ഭയങ്കര സൈസുള്ള ഒരു സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ നമ്മളെ ഫോഴ്സിന് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം? വെയിറ്റ് എന്ത് ചെയ്യണം? കുറവായിരിക്കണം. ഇനി കണ്ടക്ടിവിറ്റീൻ്റെ കേസിൽ കണ്ടക്ടിവിറ്റി ഫസ്റ്റ് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക. ലോ കണ്ടക്ടിവിറ്റി, അലുമിനിയത്തിന് കണ്ടക്ടിവിറ്റി കുറവാണോ, അല്ലെങ്കിൽ കറണ്ട് പാസ് ചെയ്യാനാണ് ട്രാൻസ്മിഷൻ ലൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ കണ്ടക്ടിവിറ്റി കുറവാകാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ദാറ്റ് ഈസ് ലോ വെയിറ്റ് ആൻഡ് ഗുഡ് കണ്ടക്ടിവിറ്റി. ചെറിയ വെയിറ്റും അല്ലേ, ചെറിയ വെയിറ്റ് ഉണ്ടെങ്കിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലോ വെയിറ്റ് ആൻഡ് ഗുഡ് കണ്ടക്ടിവിറ്റി ആണ് അലുമിനിയം ഓവർ ഹെഡ് ട്രാൻസ്മിഷൻ ലൈനിൽ യൂസ് ചെയ്യാനുള്ള റീസൺ. ദാറ്റ് ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ലിക്വിഡ് കണ്ടക്ടർ? അതായത് ലിക്വിഡ് ഫോമിൽ, അതായത് സോളിഡ് ഫോമിൽ ഉണ്ടാവും, ലിക്വിഡ് ഫോമിൽ ഉണ്ടാവും, ഗ്യാഷ്യസ് ഫോമിൽ ഉണ്ടാവും അല്ലേ? സോളിഡും ഗ്യാസും ലിക്വിഡിലും ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏതാണ് ലിക്വിഡ് ഫോമിൽ ഉണ്ടാവുന്ന കണ്ടക്ടർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കോപ്പർ ഉണ്ട്, ഓപ്ഷൻ എ കോപ്പർ, ഓപ്ഷൻ ബി മെർക്കുറി ഉണ്ട്, ഓപ്ഷൻ സി അലുമിനിയം ഉണ്ട്, ഓപ്ഷൻ ഡി സിൽവർ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം സിൽവറും കോപ്പറും അലുമിനിയം ഒന്നും ഒരിക്കലും നമ്മൾ ലിക്വിഡ് ഫോമിലാണോ കണ്ടിട്ടുള്ളത്? അല്ല അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ നോർമലി മെർക്കുറി എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറാണ്. അതും കൂടി ഓർമ്മിക്കുക, മെർക്കുറി കണ്ടക്ടറാണ്. പക്ഷേ മെർക്കുറി ഏത് ഫോമിലാണ് ഉണ്ടാവുക? ലിക്വിഡ് ഫോമിൽ ഉണ്ടാവുക. അപ്പോൾ ലിക്വിഡ് കണ്ടക്ടർ എന്ന് പറയുന്നത് ഏതായിരുന്നു? മെർക്കുറി ഈസ് ദി ലിക്വിഡ് കണ്ടക്ടർ. ഇതിലാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. തന്ന ഓപ്ഷനിൽ കോപ്പർ, അലുമിനിയം, സിൽവർ ഒക്കെ സോളിഡ് കണ്ടക്ടറാണ്. പക്ഷെ മെർക്കുറി എന്ന് പറയുന്നത് ലിക്വിഡ് കണ്ടക്ടറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ വയർ കൺസിസ്റ്റിംഗ് ഓഫ് സെവറൽ തിൻ വയേഴ്സ് ട്വിസ്റ്റഡ് ടുഗദർ ഈസ് കോൾഡ്. അതായത് കുറേ തിൻ വയേഴ്സ് ട്വിസ്റ്റ് ചെയ്ത്, അതായത് നേരിയ കുറേ വയേഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടാക്കിയ വയർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സോളിഡ് വയർ, ഓപ്ഷൻ ബി സ്ട്രാൻഡഡ് വയർ, ഓപ്ഷൻ സി സിംഗിൾ വയർ, ഓപ്ഷൻ ഡി ബെയർ വയർ. ഇതൊക്കെയാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഓർമ്മിക്കുക, നമുക്ക് അല്ലെങ്കിൽ ഒറ്റൊരു കണ്ടക്ടർ മാത്രമേ ഉള്ളെങ്കിൽ അതിന് നമ്മൾ സോളിഡ് കണ്ടക്ടർ എന്നാണ് പറയുക. ഓക്കെ, ഒറ്റ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഉള്ളിൽ കുറേ തിൻ വയേഴ്സ് അല്ലെങ്കിൽ തിൻ കണ്ടക്ടേഴ്സ് ഉണ്ട്, കുറേ ഉള്ളതെല്ലാം ഒരു ഇതാണെങ്കിൽ നമ്മളതിനെ സ്ട്രാൻഡഡ് വയർ അല്ലെങ്കിൽ സ്ട്രാൻഡഡ് കണ്ടക്ടേഴ്സ് എന്നാണ് പറയുക. ഇതിൽ സിംഗിൾ വയർ എന്ന് പറയുന്ന ഒരു സിംഗിൾ സാധനം ഉപയോഗിച്ചുണ്ടാക്കിയതാണ്. ബെയർ എന്ന് പറയുന്നത് ഇൻസുലേഷൻ ഇല്ലാത്തത്, അതായത് ഒരു കണ്ടക്ടറിൻ്റെ പുറത്താണ് എന്തുണ്ടാവുക? ഇൻസുലേഷൻ ഉണ്ടാവുക. അപ്പോൾ ഇൻസുലേഷൻ ഇല്ലാത്ത ബെയർ എന്ന് പറയുന്നത് ശരിക്കും വിത്തൗട്ട് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ കുറേ തിൻ വയേഴ്സ് കണക്ട് ചെയ്തിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കിയ വയറിനെ നമ്മൾ പറയും സ്ട്രാൻഡഡ് വയർ. അപ്പോൾ നമ്മൾ ശരിക്കും ഇതിനെ സ്ട്രാൻഡ് എന്നൊക്കെ പറയും. നമ്മൾ ശരിക്കും ഈ കുറേ ഇതിലുള്ളതിനെ കുറേ എന്താ പറയുക, കുറേ തിൻ വയേഴ്സ് നമ്മൾ അതിന് സ്ട്രാൻഡഡ് എന്ന് പറയാം. അപ്പോൾ കുറേ തിൻ വയേഴ്സ് ട്വിസ്റ്റ് ചെയ്തതിനെ നമ്മൾ എന്ത് പറയും? സ്ട്രാൻഡഡ് വയർ എന്ന് പറയാം. ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, XLPE ഇതിൻ്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? XLPE സ്റ്റാൻഡേർഡ്സ് ഫോർ. അപ്പോൾ നമുക്ക് ഇതിന് XLPE എന്ന് പറയുന്നത് ഇപ്പം മോഡേൺ ഇപ്പം നിയർ ബൈ ഇപ്പം നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇൻസുലേഷൻ പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ശരിക്കും XLPE എന്ന് പറയുന്നത്. XLPE സ്റ്റാൻഡ്സ് ഫോർ ഓപ്ഷൻ എ എന്തായിരുന്നു? ക്രോസ് ലിങ്ക്ഡ് പോളി എത്തിലീൻ എക്സ്ട്രാ ലോ പ്ലാസ്റ്റിക് എക്യുപ്മെൻറ്റ്. ഓപ്ഷൻ സി ക്രോസ് ലൈൻ പോളി എത്തിലീൻ എക്യുപ്മെൻറ്റ്. ഓപ്ഷൻ ഡി എക്സ്ട്രാ ലെയർ പോളിമർ എക്യുപ്മെൻറ്റ്. XLPE കേബിൾസ് നമുക്ക് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. XLPE എന്ന് പറഞ്ഞത് ഇൻസുലേഷൻ ആണ്. പവർ കേബിൾസിലാണ് ആ XLPE കേബിൾസ് ഇൻസുലേഷൻ ആയിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഫുൾ ഫോം ഈസ് XLPE എന്ന് പറയുന്നത് ക്രോസ് ലിങ്ക്ഡ് പോളി എത്തിലീൻ. XLPE കേബിൾ എന്ന് പറയുന്നത് ക്രോസ്, അതായത് ആ ക്രോസ് എന്നുള്ളതിൻ്റെ ക്രോസ് മറിക്കാനാണ് നമ്മൾ X ഇട്ടെന്ന് ഓർത്താൽ മതി. XLPE എന്ന് പറയുന്നത് ക്രോസ് ലിങ്ക്ഡ് പോളി എത്തിലീൻ. XLPE കേബിൾ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പവർ കേബിൾസിലാണ് യൂസ് ചെയ്യുന്നത്. അതും കൂടെ ഇതിനെ കൂടെ ഓർമ്മിക്കുക. പവർ കേബിൾസിൽ ഇൻസുലേഷൻ പർപ്പസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കേബിൾ കണ്ടെയ്നിങ് ഓൺലി വൺ കണ്ടക്ടർ ഈസ് കോൾഡ്. അതായത് കേബിൾ കണ്ടെയ്നിങ് വൺ കണ്ടക്ടർ, അതായത് നമുക്കറിയാം കണ്ടക്ടേഴ്സ് കേബിൾസ് അല്ലേ? കുറേ കണ്ടക്ടർ ചേർന്നാലാണ് നമുക്ക് കേബിൾ ഉണ്ടാവുക.
അല്ലേ? ആ കേബിളിൻ്റെ പുറത്ത് നമുക്കൊരു വലിയൊരു ഹെവി ആയിട്ടുള്ള, ഇപ്പോൾ നമ്മൾക്ക് എന്താ പറയുക, നമ്മളെ വീട്ടിലേക്ക് എത്തുന്ന കേബിളിൻ്റെ ആ കേബിൾസ് നമുക്കറിയാം അല്ലേ? ടെലിഫോണിൻ്റെ കേബിൾ ഉണ്ടായിരുന്നു, അതറിയാം നമുക്ക്. അപ്പോൾ പൊതുവെ എല്ലാത്തിനും കേബിൾ എടുത്തു കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് കവറിങ് ഉണ്ടാവും, അല്ലെങ്കിൽ മിക്കവാറും ഒരു ബ്ലാക്ക് കോട്ടിങ് ഉണ്ടാവും. അതിനുള്ളിലാണ് നമ്മളെ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കണ്ടക്ടർ മാത്രമേ ഉണ്ടാവുള്ളെങ്കിൽ, അപ്പോൾ ഇത് ആൻസർ ചെയ്യണമെങ്കിൽ ഓപ്ഷൻ നോക്കിയാൽ അറിയാം, സിംഗിൾ കോർ കേബിൾ ഉണ്ട്. ഓപ്ഷൻ ബി എന്തായിരുന്നു? 2 കോർ കേബിളാണ്. ഓപ്ഷൻ സി എന്തായിരുന്നു? 3 കോർ കേബിള്. ഓപ്ഷൻ ഡി എന്തായിരുന്നു? മൾട്ടി കോർ കേബിൾ. അപ്പോൾ നമുക്ക് ഇവിടെ കോർ എന്ന് പറഞ്ഞൊരു വേർഡാണ് സ്ട്രെസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ കണ്ടക്ടറിൻ്റെ നമ്മൾ കേബിളിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കണ്ടക്ടേഴ്സിന് നമ്മൾ കോർ എന്നും കൂടെ പറയും. കണ്ടക്ടേഴ്സിനെ നമ്മൾ ഓൾസോ നോൺ ആസ്, കണ്ടക്ടേഴ്സ് ഈസ് ഓൾസോ നോൺ ആസ് കോർ എന്ന് പറയും. അപ്പോൾ ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു കോർ ഉള്ളതിന് നമുക്ക് എന്ത് പറയാം? സിംഗിൾ കോർ കേബിൾ. അതായത് സിംഗിൾ കണ്ടക്ടർ എന്നാണ് പറയുക. ശരിക്കും നമുക്കത് ഡയറക്റ്റായി പോവും. കണ്ടക്ടർ കോറും സെയിം ആണെന്ന് അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ സിംഗിൾ കോർ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ കണ്ടക്ടറിന് വേറെ ഒരു കോർ. 2 കണ്ടക്ടർ ഉണ്ടെങ്കിൽ 2 കോർ കേബിൾ, 3 ഉണ്ടെങ്കിൽ 3 കോർ, 3-ലധികം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? മൾട്ടി കോർ കേബിൾസ് എന്നാണ് പറയുക. ഇതിൻ്റെ ആൻസർ വിൽ ബി സിംഗിൾ കോർ കേബിൾ. Next question. The device used to determine the size of a wire according to standard gauge is. അതായത് ഒരു വയറിൻ്റെ സൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചിലപ്പം നിങ്ങൾ വാല്യൂസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഈ അതായത് അതിൻ്റെ തിക്നെസ് ഒക്കെ പറയുന്ന വാല്യൂസ്, ഇന്ന് ഇത്ര വാല്യൂ, അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ ടേം കൂടെ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇവിടെ വയറിൻ്റെ സൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ടൂൾ ഏതാണെന്ന് ചോദിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് വേർണിയർ കാലിപ്പർ, ഓപ്ഷൻ ബി സ്റ്റാൻഡേർഡ് വയർ ഗേജ്, ഓപ്ഷൻ സി മെഗർ, ഓപ്ഷൻ ഡി മൈക്രോമീറ്റർ. അല്ലേ? വയറായിട്ട് ബന്ധപ്പെട്ട് വയറിൻ്റെ സൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് വയർ ഗേജ്. ഇല്ലേ? പഠിച്ചിട്ടുണ്ടാവും. സ്റ്റാൻഡേർഡ് വയർ ഗേജിനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് എന്ത് പറയും? SWG. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറയാൻ പറഞ്ഞ കാരണം എന്ന് വെച്ചാൽ, നമുക്ക് വയറിൻ്റെ സെലക്ഷൻ്റെ സമയത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, 8 SWG വയർ, 10 SWG വയർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഈ SWG എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു? സ്റ്റാൻഡേർഡ് വയർ ഗേജ്. ഓക്കെ, അതൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ആ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ആ വയറിൻ്റെ സൈസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളായിരുന്നു. അപ്പോൾ ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് അതും കൂടെ ഓർമ്മിക്കാം. സ്റ്റാൻഡേർഡ് വയർ ഗേജിൻ്റെ ഷേപ്പ് എന്തായിരുന്നു? സർക്കുലാർ ഷേപ്പിലുള്ള ഒരു ടൂളാണ്. ആക്ച്വലി സർക്കുലാർ ഷേപ്പിലുണ്ടാവുന്ന ഒരു ടൂളാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് വയർ ഗേജ് അഥവാ SWG. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതുവരെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ അല്ലേ? നിങ്ങൾ മനസ്സിലാവാത്ത ടോപ്പിക്സ് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ടോപ്പിക്ക് നോക്കുക, എന്നിട്ട് വേണ്ടി ഈ ക്വസ്റ്റ്യൻസ് റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ്ലി ഒരുപാട് പ്രാവശ്യം കുറേ എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. മസ്ദൂറിൻ്റെ എക്സാംസിന് തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ്, ഞാൻ ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യുകയാണ്, നമ്മൾ ക്വസ്റ്റ്യൻസ് എത്രത്തോളം വർക്കൗട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളൊരു റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വിച്ച് മെറ്റീരിയൽ ഈസ് കോമൺലി യൂസ്ഡ് ആസ് ഇൻസുലേഷൻ ഫോർ ഇലക്ട്രിക്കൽ വയേഴ്സ്? ഇലക്ട്രിക്കൽ വയേഴ്സിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ഇൻസുലേഷൻ ആണ്? ഇതൊക്കെ ഇപ്പം നമുക്ക് ഏകദേശം കണ്ടക്ടർ എന്താണെന്നും ഇൻസുലേറ്റർ എന്താണെന്നും സെമി കണ്ടക്ടർ എന്താണെന്നും മനസ്സിലായിട്ടുണ്ടാവില്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നമുക്കുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കും. കോപ്പറും അലൂമിനിയം സിൽവറും എന്തായിരുന്നു? കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആയിരുന്നു. അപ്പോൾ ഓപ്ഷനിൽ ഇല്ലാത്തത് എന്തായിരുന്നു? PVC അല്ലേ? നമ്മളെ വയറിംഗ് എല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ കേബിൾസ് അല്ലെങ്കിൽ കണ്ടക്ടർ പാസ് ചെയ്യുന്ന ഇതിലെ കൂടിയായിരുന്നു PVC കോണ്ടിയൂട്ടിലെ അല്ലെ PVC പൈപ്പിലൂടെയായിരുന്നു നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ PVC എന്ന് പറയുന്നത് കണ്ടക്ടർ ആയിരിക്കുമോ? അല്ല, PVCൻ്റെ അകത്തെ കൂടിയാണ് കണ്ടക്ടർ നമ്മൾ ഇടുന്നത്. അപ്പോൾ PVC എന്തായിട്ട് ആക്ട് ചെയ്യും? ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. PVC എന്ന് പറയുന്നത് എന്തായിരുന്നു? PVCൻ്റെ ഫുൾ ഫോം ഈസ് പോളി വിനൈൽ ക്ലോറൈഡ്. പോളിവിനൈൽ ക്ലോറൈഡ് ആണ് ഇൻസുലേറ്റേഴ്സ് ആയിട്ട് നമ്മൾ ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് അല്ലേ? PVC. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോപ്പർ ഈസ് വൈഡ്ലി യൂസ്ഡ് ആസ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ മെയിൻലി ബിക്കോസ് ഓഫ് ഇറ്റ്.
അതായത് സാധാരണ ഇതിൽ ഞാൻ പറഞ്ഞു സിൽവറിന് കൂടുതൽ കോസ്റ്റ് ആയതുകൊണ്ട് സിൽവർ യൂസ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ കോമൺലി കണ്ടിരിക്കുന്നത് കോപ്പറാണ്. അപ്പോൾ കോപ്പർ എന്തുകൊണ്ടാണ് കോമൺലി വൈഡ്ലി യൂസ് ചെയ്തിരിക്കുന്നതിൻ്റെ റീസൺ ആണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ഹൈ റെസിസ്റ്റൻസ്, ഓപ്ഷൻ ബി ഗുഡ് കണ്ടക്ടിവിറ്റി ആൻഡ് ഡക്റ്റൈലിറ്റി, ഓപ്ഷൻ സി ഹൈ ബ്രിട്ടിൽനെസ്, ഓപ്ഷൻ ഡി ലോ മെൽറ്റിംഗ് പോയിന്റ്. അപ്പോൾ നമുക്കറിയാം കണ്ടക്ടറാണ്, കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കണമല്ലോ, അതുപോലെ ഡക്റ്റൈൽ ആയിരിക്കണമല്ലോ, വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണമല്ലോ. ഇപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കണം ആൻസർ വിൽ ബി ഗുഡ് കണ്ടക്ടിവിറ്റി ആൻഡ് ഡക്റ്റൈലിറ്റി വിൽ ബി ഈസ് ദി ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആ സീരിയസ്നെസ് എടുക്കുക, ആ സീരിയസ് ആയിട്ട് നിങ്ങൾ കാണുക. ഇനി നിങ്ങൾക്ക് അറൗണ്ട് 1 മാസമേ ഉള്ളൂ. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഇപ്പം പറഞ്ഞ ഈ സെക്ഷൻസ്, അതായത് സോൾഡറിങ്ങിൻ്റെ സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. സോൾഡർ എന്താണ്, ഫ്ലക്സിൻ്റെ ഫംഗ്ഷൻ, അതുപോലെ തന്നെ ഹാർഡ് സോൾഡർ, സോഫ്റ്റ് സോൾഡർ, അതുപോലെ ടിന്നിൻ്റെ ലെഡിൻ്റെ കോമ്പോസിഷൻ, അതായത് ഇലക്ട്രീഷ്യൻ സോൾഡറിൽ എത്രയാണ്, കോയർ സോൾഡറിൽ എത്രയായിരിക്കും എന്നുള്ളത് ചോദിക്കാം. അതേപോലെ വരാൻ പറ്റുന്നതാണ് നമ്മൾ ഈ കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ എന്താണ്, അതിൻ്റെ എക്സാമ്പിൾ, അതൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ കണ്ടക്ടിവിറ്റീൻ്റെ ഓർഡർ പറഞ്ഞു, സിൽവർ, കോപ്പർ, ഗോൾഡ്, അലുമിനിയം ആണ് ഓർഡർ. ഏറ്റവും നല്ല കണ്ടക്ടർ ഇതെന്ന് വെച്ചാൽ അത് സിൽവർ ആണ്. അതേപോലെ ചോദിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് തമ്മിലുള്ള ബന്ധം. റെസിസ്റ്റൻസ് കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടും ഫോർ കണ്ടക്ടേഴ്സ്, ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നത് ഫോർ ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. ഇലക്ട്രോലൈറ്റ്സിലും അതേ പർപ്പസ് ആണ് വരുന്നത്. അതുപോലെ എല്ലാത്തിൻ്റെയും കറണ്ട്, ചാർജ്, ടൈം, റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റി, റിലക്റ്റൻസ്, ഇതിൻ്റെയൊക്കെ യൂണിറ്റ്. അതേപോലെ റെസിസ്റ്റൻസും ലെങ്ത്തും ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. അതേപോലെ റെസിസ്റ്റൻസും ഏരിയയും വിൽ ബി എന്തായിരുന്നു, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അതേപോലെ വയേഴ്സ്, കേബിൾസ്, ഏത് വയറിൽ ഏത് ഇൻസുലേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുക, ഏത് സിംഗിൾ സ്ട്രാൻഡേർഡ് ആണോ, അതുപോലെ സിംഗിൾ കോർ കേബിൾ ആണോ, അതുപോലെ XLP കേബിളിൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ളത്, ഇങ്ങനെയുള്ള എല്ലാ പോയിന്റ്സും നിങ്ങൾ നന്നായിട്ട് നോക്കണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ എക്സാമിന് കയറാൻ പാടുള്ളൂ. ഒരു ഫൈനൽ റിവിഷൻ നല്ല രീതിയിൽ ചെയ്യാം. ഒരു 10 മാർക്കും ഈ മൊഡ്യൂളിൽ നമുക്ക് സ്കോർ ചെയ്യണം. 10 മാർക്കും സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതായത് സബ്ജക്റ്റ് കവർ ചെയ്യുക എന്നുള്ളതുപരി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, സീരീസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എല്ലാ മൊഡ്യൂളിൻ്റെയും സീരീസ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ഉണ്ടാവും. അപ്പം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. ഇനി അടുത്ത മൊഡ്യൂളിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനായിട്ട് നമുക്ക് അടുത്തൊരു സെക്ഷനിൽ കാണാം. താങ്ക്